ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. നമ്മൾ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്തിട്ടുള്ള S4 സെമ്മിലെ സിവിൽ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ സൊല്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2 കഴിഞ്ഞു. നമ്മൾ മൊഡ്യൂൾ 3ലേക്കാണ് കിടക്കുന്നത്. നമുക്കറിയാം എല്ലാ മൊഡ്യൂൾസിലും 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസും 14 മാർക്കിൻ്റെ 2 ഓപ്ഷണൽ ക്വസ്റ്റ്യൻസും ഉള്ളത്. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യണം. ക്ലിയർ? യെസ്. നോക്കിയേ, മൊഡ്യൂൾ 3ലെ പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പാസഞ്ചർ കാർ യൂണിറ്റ് എന്നാണ് ചോദ്യം. വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പാസഞ്ചർ കാർ യൂണിറ്റ്? സോ നിങ്ങൾ എന്തൊക്കെ എഴുതണം? യു ഹാവ് ടു ഡിഫൈൻ വാട്ട് ഈസ് PCU ഓർ അതിനെന്തും പറയും PCE എന്നും പറയും അല്ലേ, വിച്ച് ഇസ് ഓൾസോ ടേംഡ് ആസ് PCE എന്ന് പറയും. എന്താണോ PCU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഫാക്ടർ യൂസ് ടു കൺവേർട്ട് യെസ് എന്താണ്? The vehicles in a mixed traffic condition to a standard vehicle. The vehicles in mixed traffic condition to a standard vehicle. And standard vehicle ഏതാണ്? To a standard vehicle. ഏതാണോ സ്റ്റാൻഡേർഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ? യെസ്, നമ്മുടെ പാസഞ്ചർ കാറിലേക്ക് നമ്മൾ ബാക്കിയുള്ള എല്ലാ വണ്ടികളെയും എന്ത് ചെയ്യാണ്? പലതരം റോഡിൽ പലതരം വണ്ടികളായിരിക്കും ഉണ്ടാവുക. ലോറി ഉണ്ട്, കാറുണ്ട്, ബൈക്ക് ഉണ്ട്, ഓട്ടോറിക്ഷ ഉണ്ട്, അല്ലെ കുതിര വണ്ടി ഉണ്ട്, കാളവണ്ടി ഉണ്ട്, പലതരത്തിലുള്ള വണ്ടി ഉണ്ടാവും റോഡിൽ. എല്ലാ വണ്ടീനെയും നമ്മൾ ഒരു വണ്ടിയാക്കി മാറ്റുകയാണ്. സോ ദാറ്റ് ഇറ്റ് ഈസ് ഈസി ഫോർ അസ് ടു ഡിസൈൻ. അതിനെയാണ് നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഫാക്ടറാണ് പാസഞ്ചർ കാർ യൂണിറ്റ് അല്ലേ. യെസ്, എന്താണ് ഇതിൻ്റെ മെയിൻ? ഇതാൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ആൻഡ് ഇറ്റ് ഈസ് ബെസ്റ്റ് suitable it having a significant role in determination of capacity analysis alle significant in capacity analysis of the road, in capacity analysis of road. adana ഏറ്റവും വലിയ important point, analysis in capacity analysis le ഏറ്റവും significant ആയിട്ടുള്ള കാര്യമാണ്. and PCU യുടെ equation കൂടി എഴുതുക. എന്താണ് PCU? how you calculate PCU is given by yes capacity of a roadway when there is a passenger car only. capacity of road when there is passenger car only, when there is passenger car only divided by capacity of the roadway, capacity of road or roadway when there is same class of vehicle, when there is സെയിം ക്ലാസ് ഓഫ് വെഹിക്കിൾ. എന്താണ് ഇതിൻ്റെ അർത്ഥം? സെയിം ക്ലാസ് ഓഫ് വെഹിക്കിൾ. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? എന്താ ഉദ്ദേശിക്കുന്നത് അവർ? PCU ഈസ് ഈക്വൽ ടു യെസ് കപ്പാസിറ്റി ഓഫ് ദ റോഡ് വേ വെൻ ദർ ഈസ് എ പാസഞ്ചർ കാർ ഓൺലി ഡിവൈഡ് ബൈ കപ്പാസിറ്റി ഓഫ് റോഡ് വേ വെൻ ദർ ഈസ് സെയിം ക്ലാസ് ഓഫ് വെഹിക്കിൾ. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. ഒരു റോഡ് തന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ മുകളിൽ എന്തൊക്കെയാണ് ഓടുന്നത്? അതിൽ ഫുള്ള് ട്രക്ക് മാത്രമേ ഓടുന്നുള്ളൂ. ഇപ്പോൾ റോഡിൽ എന്ത് മാത്രമേ ഉള്ളൂ? ട്രക്കുകൾ മാത്രമേ ഉള്ളൂ. ആൻഡ് ദേ ആർ മൂവിങ് വിത്ത് എ വെലോസിറ്റി തന്നിട്ടുണ്ട്, അവരുടെ ലെങ്ത് തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ലെറ്റ്സ് സേ ദേ ആർ മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 40 km/h. 40 km/hലാണ് ട്രക്കുകൾ മൂവ് ചെയ്യുന്നത്. അതിൻ്റെ ലെങ്ത് എത്രയാണ്? ലെറ്റ്സ് സേ 10 മീറ്റർ ആണ്. ക്ലിയർ? ആൻഡ് സിമിലർലി പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ദെൻ കാറിൻ്റെ തന്നിട്ടുണ്ട്. ലെറ്റ്സ് സേ കാറിൻ്റെ വെലോസിറ്റി എത്രയാണ്? 80 km/h ആണ്. ആൻഡ് ഒരു കാറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കൊരു 5 മീറ്റർ എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സേ ഇങ്ങനെയാണ് ഡാറ്റ തന്നിരിക്കുന്നത്. ഓക്കെ, 80 km മാറ്റി നമുക്കൊരു 60 km ആക്കാം. ഓക്കെ, യെസ് 60 km/h കാർ മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ കപ്പാസിറ്റി ഇക്വേഷൻ എന്താണ്? ബേസിക് കപ്പാസിറ്റി ഈസ് 1000 ഇൻറ്റു ക്യാപിറ്റൽ V ഡിവൈഡ് ബൈ S അല്ലേ. എസ് എന്ന് പറഞ്ഞാൽ എന്താണോ? യെസ്, ദാറ്റ് ഈസ് എ സ്പേസ് എഡവേ ആണ്. ആൻഡ് ഇവിടെ ഇപ്പോൾ തൽക്കാലം സ്പേസ് എഡവേ നമുക്ക് എന്താക്കി എടുക്കാനേ പറ്റുള്ളൂ? ലെങ്ത് ഓഫ് ദ വെഹിക്കിൾ ആക്കി എടുക്കാനേ പറ്റുള്ളൂ അല്ലേ. സോ ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു അല്ലേ 1000 ഇൻറ്റു V എന്താണ്? വെലോസിറ്റി ഇൻ km/h, ദാറ്റ് ഈസ് 40 ഡിവൈഡ് ബൈ. ഇപ്പോൾ നമുക്ക് സ്പേസ് എഡവേ എന്താക്കാനേ വകുപ്പുള്ളൂ? SST + L ആണ്. പക്ഷേ ഇവിടെ SST ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? 10 മീറ്റർ എന്ന് പറയാം. സോ ദാറ്റ് വിൽ ബി 10. എത്ര കിട്ടുക? ദിസ് വിൽ ബി 4000 അല്ലേ. ദിസ് വിൽ ബി 4000 എന്നാണ് കിട്ടുക കപ്പാസിറ്റി വെഹിക്കിൾ പെർ അവർ പെർ ലൈൻ അല്ലേ. ദെൻ ഇഫ് യു കാൽക്കുലേറ്റ് ദ കപ്പാസിറ്റി സിമിലർലി ഫോർ ദ കാർ, സോ 1000 V ബൈ S ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ ദിസ് വിൽ ബി 1000 ഇൻറ്റു വെലോസിറ്റി എത്രയാണ്? 60 ആണ്. ഡിവൈഡ് ബൈ ലെങ്ത് എത്രയാണ് പറയുന്നത്? 5 എന്നാണ് പറയുന്നത്. യെസ്, സോ ദിസ് വിൽ ബി ഈക്വൽ ടു യെസ് നമുക്ക് 80 തന്നെ പറയാം. ഓക്കെ, യെസ് നമുക്ക് 80 തന്നെ പറയാം. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഈസി ഫോർ. നമുക്ക് വെറുതെ ഒരു സിമ്പിൾ സാമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സാമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ്. സോ കാൽക്കുലേഷൻ ഈസിയുള്ള സാധനം പറയാം. സോ ദാറ്റ് ഈസ് 8 80 ആണ്. സോ എത്ര വരും അത്? S2. So that will be is equal to
യെസ് ദാറ്റ് വിൽ ബി ഈസിക്വൽ എത്രയാണ് വരിക 1 2 3 അല്ലേ എത്ര പൂജ്യം ഉണ്ട് 1 2 3 8 2 16 സോ ദാറ്റ് വിൽ ബി 16,000 എന്ന് വരും ക്ലിയർ 16,000 എന്ന് വരും ക്ലിയർ അല്ലേ സോ നോക്കിയേ നമുക്ക് എന്താ വേണ്ടത് കപ്പാസിറ്റി PCU അല്ലേ ഇറ്റ് ഈസ് എ കപ്പാസിറ്റി റോഡ് ബൈ വെൻ ദർ ഈസ് എ പാസഞ്ചർ കാർ ഓൺലി ദാറ്റ് ഈസ് ലെറ്റ്സ് സേ ദിസ് ഈസ് എ പാസഞ്ചർ കാർ ഓൺലി ടു ദ കപ്പാസിറ്റി ഓഫ് ദ റോഡ് ബൈ വെൻ ദർ ഈസ് വെഹിക്കിൾ ഓഫ് സെയിം ക്ലാസ് ഇപ്പോൾ ഏതാണ് സെയിം ക്ലാസ് ട്രക്ക് ആണെങ്കിൽ PCU ഈക്വൽ എന്താണ് ചെയ്യേണ്ടത് PCU will be equal to A by B അല്ലേ ഉണ്ട് കാർ ഡിവൈഡ് ബൈ സെയിം ക്ലാസ് ഓഫ് വെഹിക്കിൾ ദാറ്റ് ഈസ് 16,000 ഡിവൈഡ് ബൈ എത്രയാണത് 4,000 അല്ലേ സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4,000 സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4 ആണ് അതായത് എന്താ ഇപ്പോൾ കിട്ടിയത് നിങ്ങൾക്കിപ്പോൾ സെയിം ക്ലാസ് ഓഫ് വെഹിക്കിൾ ആയ ട്രക്കിൻ്റെ PCU ആണ് കിട്ടിയത് നിങ്ങളുടെ എല്ലാ വണ്ടികളെയും നിങ്ങൾ കാറാക്കി മാറ്റുകയാണ് ട്രക്കായാലും ശരി ബൈക്കായാലും ശരി ഓട്ടോറിക്ഷ ആയാലും ശരി വലിയ കാറായാലും ശരി ചെറിയ കാറായാലും ശരി എല്ലാത്തിനെയും നമ്മൾ പാസഞ്ചർ കാറിലേക്ക് നമ്മൾ സ്റ്റാൻഡേർഡ് കാറിലേക്ക് കൺവേർട്ട് ചെയ്യണം നിങ്ങളെ പാസഞ്ചർ കാറിൻ്റെ PCU ആണ് നമുക്കറിയാം 1 എന്ന് പറയുന്നത് ബൈക്കിൻ്റെ PCU എത്രയായിരിക്കണം ബൈക്ക് എന്ന് പറഞ്ഞാൽ എത്ര കാറിന് ഇക്വലൻ്റ് ആണ് ഒരു ഹാഫ് കാറിന് ഇക്വലൻ്റ് ആണ് സോ PCU ഓഫ് ബൈക്ക് എത്രയാണ് 0.5 ആണ് PCU ഓഫ് പാസഞ്ചർ കാർ എത്രയാണ് 1 ആണ് PCU ഓഫ് ട്രക്ക് എത്രയാണ് ഒരു ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കാറുകൾക്ക് ഈക്വൽ ആണ് എന്നാണ് ഈ പറഞ്ഞ കാൽക്കുലേഷൻ മനസ്സിലാക്കാൻ പറ്റേണ്ടത് അല്ലേ ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സെയിം ക്ലാസ് ഓഫ് വെഹിക്കിൾ ഏതാ ഇപ്പോൾ സെയിം ക്ലാസ് ഓഫ് വെഹിക്കിൾ ട്രക്കാണ് ട്രക്കിനെ നമ്മൾ കാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് വരുന്നത് 4 എന്നാണ് വരുന്നത് ദാറ്റ് ഈസ് ട്രക്ക് ഈസ് ഇക്വലൻ ടു 4 നമ്പർ ഓഫ് കാർ എന്നാണ് PCU എന്ന് പറയുന്നത് ക്ലിയർ ആണോ യെസ് ലെറ്റ്സ് മൂവ് ടു ദ പാർട്ട് എയിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഡിസ്കസ് ദ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഓഫ് റോട്ടറി ഇന്റർസെക്ഷൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും മാത്രം ചെയ്താൽ മതി വെറുതെ റോട്ടറി ഒന്ന് വരച്ച് അലമ്പാക്കാൻ നിൽക്കണ്ട ഓക്കെ അല്ലേ ഏതെങ്കിലും ഒരു 3 അഡ്വാൻറ്റേജ് ചെയ്തുക ഏതെങ്കിലും ഒരു 3 ഡിസഡ്വാൻറ്റേജ് ചെയ്തുക നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും ക്ലിയർ നമ്മൾ കുറച്ചുകൂടി അധികം പോയിന്റ്സുകൾ എഴുതിയിട്ടുണ്ട് ഓക്കെ എന്താണ് അഡ്വാൻറ്റേജ് ഓഫ് റോട്ടറി യെസ് ഓർഡർ ആൻഡ് റെജിമെന്റ് ഓഫ് ട്രാഫിക് ഫ്ലോ ആണ് ഓർഡേർഡ് ആൻഡ് റെജിമെന്റഡ് ട്രാഫിക് ഫ്ലോ എല്ലാം എന്തായാലും പെർഫെക്റ്റ് ആയിരിക്കും ഫ്രീക്വന്റ് സ്റ്റോപ്പിംഗ് ആൻഡ് സ്റ്റാർട്ടിംഗ് ആർ അവോയ്ഡഡ് തീർച്ചയായിട്ടും അല്ല ഇന്റർസെക്ഷനിൽ അല്ലാത്ത ഇന്റർസെക്ഷൻ ആണെങ്കിൽ നമ്മൾ നിർത്തി ട്രാഫിക് സിഗ്നൽ ഗ്രീൻ ആയാലല്ലേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ ദർ ഈസ് നോ ട്രാഫിക് സിഗ്നൽ അറ്റ് ദ റോട്ടറി ഇന്റർസെക്ഷൻ ട്രാഫിക് പ്രൊസീഡ്സ് സൈമൾട്ടേനിയസ്ലി ആൻഡ് കണ്ടിന്യൂസ്ലി വീവിംഗ് മൂവ്മെന്റ് റീപ്ലേസ് ദ യൂഷ്വൽ ആംഗുലാർ മൂവ്മെന്റ് ടേൺസ് ക്യാൻ ബി മെയ്ഡ് ഈസിലി സെൽഫ് ഗവേണിംഗ് ആണ് അതായത് നമ്മൾ തന്നെ ഡിറ്റർമൈൻ ചെയ്യണം അല്ലേ റോട്ടറിയിൽ ചാൻസസ് ഓഫ് ആക്സിഡൻസ് വളരെ കുറവാണ് ബിക്കോസ് എല്ലാ വെഹിക്കിൾസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അല്ലേ റൗണ്ട് അബൌട്ടിലൂടെ പറഞ്ഞേക്കാൻ പോവുകയാണ് അതായത് വെഹിക്കിൾസ് എല്ലാം വെലോസിറ്റി കുറയ്ക്കണം സ്പീഡിൽ വരുന്ന ആൾക്കാർക്ക് എന്തായാലും റോട്ടറിൽ മൂവ് ചെയ്യാൻ പറ്റില്ല ഓക്കെ യെസ് ഡിസഡ്വാൻറ്റേജ് എന്താണ് ഡിഫിക്കൾട്ട് ഫോർ റൈഡ് ടേക്കിംഗ് അത് എല്ലായിടത്തിലും ഉള്ളതാണ് റിക്വയർ മോർ ലാൻഡ് അല്ലേ റോട്ടറി ഉണ്ടാക്കാൻ കുറച്ച് സ്ഥലം അധികം വേണം ദെൻ ട്രാവൽ ട്രബിൾസം യെസ് റിക്വയർസ് മെനി വാർണിംഗ് ആൻഡ് ഡയറക്ഷണൽ സയൻസ് ഫോർ സേഫ്റ്റി സിഗ്നൽസ് ഇല്ല എന്നേ ഉള്ളൂ പക്ഷേ മറ്റു പല സയൻസുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം ഡിഫിക്കൾട്ട് ഫോർ പെഡസ്ട്രിയൻ അല്ലെ പെഡസ്ട്രിയൻസിന് ക്രോസ് ചെയ്യാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഡിഫിക്കൾട്ട് വാൻ ഇന്റർസെക്ഷൻ ആംഗിൾ ഈസ് ടു അക്യൂട്ട് ആണ് ക്ലിയർ അല്ലേ യെസ് ടു അക്യൂട്ട് ആണ് ക്ലിയർ സോ ദിസ് ആർ ദ ഡിസഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ആലോചിച്ചാൽ പറ്റാവുന്നേ ഉള്ളൂ ഏതെങ്കിലും 3 എഴുതിയാൽ മതി ഓക്കെ റൈറ്റ് എനി 3 ഓഫ് ഇറ്റ് റൈറ്റ് എനി 3 ആണ് ഇനി മൊഡ്യൂൾ 3 പാർട്ട് ബിയിലേക്ക് വരികയാണ് ഓക്കെ ഇത് മിക്കവാറും തിയററ്റിക്കൽ പോർഷൻ ആണിത് ആൻഡ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആർ ആക്ച്വലി തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് ക്ലിയർ അല്ലേ യെസ് സോ പാർട്ട് 3 വരുമ്പോൾ യു ക്യാൻ സീ ഹിയർ 15 ഉണ്ട് 16 ഉണ്ട് 15-ന് A and B ഉണ്ട് 16-നും A and B ഉണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഓക്കെ 15-ലെ A പാർട്ട് പറയുന്നത് എക്സ്പ്ലെയിൻ വേരിയസ് ലെവൽസ് ഓഫ് സർവീസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത് ആസ് പെർ HCM എന്താണോ HCM ഹൈവേ കപ്പാസിറ്റി മാനുവൽ ആണ് അല്ലേ HCM എന്താണ് ഹൈവേ കപ്പാസിറ്റി മാനുവൽ പ്രകാരമുള്ള ലെവൽ ഓഫ് സർവീസ് ആണ് പറയാൻ പോകുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കപ്പാസിറ്റി ആൻഡ് യെസ് ലെവൽ ഓഫ് സർവീസ് ആണ് സോ ഫാക്ടേഴ്സ് ഏതാണ് വാട്ട് ആർ ദ വേരിയസ് ലെവൽ ഓഫ് സർവീസ് ആണ് നമുക്കറിയാം A മുതൽ E വരെ ഉണ്ട് ലെവൽ ഓഫ് സർവീസ് ഓക്കെ അതിന്റെ ഗ്രാഫ് വരയ്ക്കണം ഈ ഗ്രാഫ് തീർച്ചയായിട്ടും നിങ്ങളെ ആൻസർ പേപ്പറിൽ ഉണ്ടാവണം ഇല്ലെങ്കിൽ മാർക്ക് ഉണ്ടാവില്ല യു ഹാവ് ടു ഡ്രോ ദിസ് ഗ്രാഫ് വി നോ വാട്ട് ദിസ് ഗ്രാഫ് ഈസ് ഓക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ലെവൽ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ ബൈ ലെവൽ ഓഫ് സർവീസ് LOS എന്നാണ് പറയുക ഈസ് എ qualitative measure used to relate the quality of the traffic service. LOS is used to analyze highways by categorizing traffic flow and assigning quality level of traffic based on the performance like speed, density, delay. നിങ്ങൾ നോക്കിയാൽ വെറുതെ കമ്പയർ ചെയ്യാം നമുക്ക് ഈ ടെക്നിക്കൽ ടേംസിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ വീടിൻ്റെ അടുത്ത് നാടുകളിലൂടെയുള്ള റോഡിൻ്റെ അവസ്ഥ എന്താണ് ഇനി അതല്ല നിങ്ങളൊരു എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറുകയാണ് ഓക്കെ അല്ലേ നമുക്കറിയാം ബാംഗ്ലൂരിലേക്കുള്ള റോഡ് വളരെ അതിഗംഭീരമായി ഓപ്പൺ ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ
യെസ്, അതിൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സോ നമുക്ക് ആ 2 റോഡിൽ നിന്ന് കമ്പയർ ചെയ്യാം. നമ്മുടെ നാട്ടിൽ നമ്മുടെ വയലുകൾക്കിടയിലൂടെ പോകുന്ന റോഡും ദെൻ നമുക്കൊരു എക്സ്പ്രസ് ഹൈവേയും കമ്പയർ ചെയ്യുമ്പോൾ ലെവൽ ഓഫ് സർവീസ് ഏതിനാണ് കൂടുതൽ? വെറുതെ എന്തോ ടെക്നിക്കാലിറ്റി ഒക്കെ മാറ്റി വെക്കുക. ഏത് റോഡിലൂടെയാണ് സ്പീഡിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും എക്സ്പ്രസ് ഹൈവേയിലൂടെയാണ്. ഏത് റോഡിലാണ് ട്രാഫിക് കുറവുണ്ടാവുക? നോക്കി, എക്സ്പ്രസ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോയിന്റിലെ എൻട്രി ഉള്ളൂ, മറ്റൊരു പോയിന്റിലെ എക്സിറ്റ് ഉള്ളൂ. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വെറുതെ ഇറങ്ങി പോകാനും കയറി വരാനൊന്നും പറ്റില്ല. അതായത് നിങ്ങൾക്ക് എത്ര നല്ല സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റും, അവിടെ ട്രാഫിക് വളരെ കുറവായിരിക്കും. എക്സ്പ്രസ് ഹൈവേ ആണ് പറയുന്നത്. ഓക്കെ അല്ലേ? വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു മാക്സിമം സ്പീഡിൽ, അല്ലേ, അതിനെ നമുക്ക് എന്താ പറയുക, മാക്സിമം സ്പേസ് സ്പീഡിൽ നിങ്ങൾക്ക് കുറേ ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റും. ഇതല്ല ബാംഗ്ലൂർ സിറ്റിയിലൂടെ ആണെങ്കിലോ റോഡ് നല്ലതായിരിക്കാം, പക്ഷേ കണ്ടമാനം ട്രാഫിക്കാണ്. നിങ്ങൾക്ക് നിങ്ങളെ മാക്സിമം സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ എക്സ്പ്രസ് ഹൈവേയിൽ നിങ്ങൾക്ക് നല്ല സ്പീഡിൽ കുറേ ദൂരം ട്രാവൽ ചെയ്യാം. റോഡിൻ്റെ ക്വാളിറ്റി അപാരമായിരിക്കും, അല്ലേ, വളരെ നല്ല ക്വാളിറ്റി ആയിരിക്കും റോഡിൻ്റെ. അവിടെ എന്തുണ്ടാവില്ല, അൺഡുലേഷൻസ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങളത് ആസ് കമ്പയർഡ് ടു നാട്ടിലെ റോഡ് നോക്കുകയാണെങ്കിൽ റോഡിൻ്റെ ക്വാളിറ്റി വളരെ മോശമാണ്. ഈവൻ ദോ യു ക്യാൻ ട്രാവൽ അറ്റ് മാക്സിമം സ്പീഡ് ബിക്കോസ് ട്രാഫിക് ലെസ് ആണെങ്കിൽ പോലും റോഡിൻ്റെ ക്വാളിറ്റി മോശമായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് ലെവൽ ഓഫ് സർവീസ്. ഓക്കെ അല്ലേ? അതിന് നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് പറയുന്നതേ ഉള്ളൂ. അതായത് റോഡിൻ്റെ പെർഫോമൻസ് നമ്മൾ ബേസ്ഡ് ഓൺ ഡെൻസിറ്റി, ഡിലേ ആൻഡ് സ്പീഡിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. നോക്കിയേ, എന്താണ് ലെവൽ ഓഫ് സർവീസ് ആസ് പെർ SCM പറയുന്നത്? SCM ക്ലാസിഫിക്കേഷൻ ഓഫ് ലെവൽ ഓഫ് സർവീസ്. ആദ്യം ഇതിൻ്റെ ആക്സിസ് വരയ്ക്കുക. ഓൺ ദ Y ആക്സിസ് സ്പീഡാണ്, അല്ലേ? വി ആർ ഹാവിങ് വോളിയം കപ്പാസിറ്റി റേഷ്യോ. വോളിയം ഓർ കപ്പാസിറ്റി അല്ല, വോളിയം കപ്പാസിറ്റി റേഷ്യോ ആണ്. എന്താണ് വോളിയം, എന്താണ് കപ്പാസിറ്റി? മാക്സിമം വോളിയത്തിനാണ് നമ്മൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്, അല്ലേ? മാക്സിമം വോളിയത്തിനാണ് നമ്മൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ ഇതിന്റെ മാക്സിമം വാല്യൂ എന്താവാം? നോക്കിയേ, ഈ ഒരു ചാർട്ടിന്റെ X ആക്സിസ് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ 1 ആവാം. കാരണം വോളിയം കപ്പാസിറ്റി ഈക്വൽ ആകുകയാണെങ്കിൽ അതെന്താവും, അത് 1 ആയി മാറും. ആൻഡ് മാക്സിമം വോളിയത്തിനാണ് നമ്മൾ കപ്പാസിറ്റി പറയുന്നത്. നോക്കിയേ, ഇഫ് യു ലുക്ക് അറ്റ് ദിസ് മച്ച് A എന്ന് പറയുന്ന, അല്ലെ, ലെവൽ ഓഫ് സർവീസ് A ആണ്. ലെവൽ ഓഫ് സർവീസ് A ആണെന്ന് പറയുമ്പോൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ് സാധനം. ആൻഡ് ലെവൽ ഓഫ് സർവീസ് F ഉണ്ട്, അല്ലേ? വി ആർ ഹാവിങ് ലെവൽ ഓഫ് സർവീസ് F ആണ്. ഇതാണ് ഏറ്റവും വേസ്റ്റ്, അല്ലേ? സോ ആ പോയിന്റ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. എന്താണ് ലെവൽ ഓഫ് സർവീസ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ? നോക്കിയേ, ഇത് എവിടെയുള്ളത്? ഇത്രയും ഷെയ്ഡഡ് ഏരിയ ആണ്. അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, A എന്ന് പറയുന്നത് ഈ ആക്സിസ് ഏതാണ്? സ്പീഡാണ്. സോ ഹൈ സ്പീഡ്, അല്ലേ? ഹൈ സ്പീഡാണ്. നിങ്ങൾക്ക് A എന്ന് പറയുന്ന ലെവൽ ഓഫ് സർവീസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങളെ സ്പീഡ് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ആൻഡ് സ്പീഡ് വളരെ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വോളിയം അല്ലെങ്കിൽ ട്രാഫിക് വോളിയം ഓൺ ദ റോഡ് എന്തായിരിക്കണം? എടോ, കണ്ടമാനം സ്പീഡിൽ നിങ്ങൾക്ക് റോഡിലൂടെ ട്രാവൽ ചെയ്യണമെങ്കിൽ റോഡിൽ വണ്ടികൾ ഉണ്ടാകാൻ പാടുണ്ടോ? ഇല്ല. നോക്കിയേ, നമ്മൾ പകൽ വണ്ടി ഓടിക്കുന്നു, നമ്മൾ രാത്രി വണ്ടി ഓടിക്കുന്നു. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. നിങ്ങൾ പകല് റോഡിലൂടെ വണ്ടി ഓടിക്കുകയാണ്, നിങ്ങൾ രാത്രി റോഡിലൂടെ വണ്ടി ഓടിക്കുകയാണ്. എന്താ ഡിഫറൻസ്? തീർച്ചയായിട്ടും രാത്രി നമ്മൾ നല്ല കത്തിച്ച് വിടും, അല്ലേ? കാരണം എന്താണ്? റോഡിൽ വണ്ടികൾ കുറവായിരിക്കും, നമുക്കറിയാം. പകൽ അങ്ങനെയാണോ? അല്ല. സോ ലെവൽ ഓഫ് സർവീസ് അപ്പം തന്നെ മാറി, അല്ലേ? ടൈമിനനുസരിച്ചും ലെവൽ ഓഫ് സർവീസ് മാറും. ഓക്കെ, വെറുതെ ഒരു എക്സാമ്പിൾ മനസ്സിലാവേണ്ടി പേരാണ്. സോ നോക്കിയേ, A എന്ന് പറയുന്ന ലെവൽ ഓഫ് സർവീസ് ആണെങ്കിൽ വി ക്യാൻ മൂവ് അറ്റ് ഹൈ സ്പീഡ്. വൈ? ബിക്കോസ് ദർ ഈസ് എ ലെസർ വോളിയം ഓഫ് വെഹിക്കിൾസ് ഓൺ ദ ട്രാഫിക്. അല്ലെങ്കിൽ ട്രാഫിക് എന്താണ്? കുറവാണ്. അപ്പോൾ റോഡിന്റെ ക്വാളിറ്റിയും കൂടി എന്തായിരിക്കണം? വളരെ നല്ലതായിരിക്കണം, അല്ലേ? യെസ്, ക്ലിയർ അല്ലേ? സോ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ്. ഇനി F നോക്കുകയാണെങ്കിലോ, നോക്കിയേ, F ഈസ് മൂവിങ് അറ്റ് ഹൈ സ്പീഡ്. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് ദ വോളിയം, മാക്സിമം വോളിയത്തിനാണ്. ചിലപ്പം ട്രാഫിക് വോളിയം അവിടുത്തെ കപ്പാസിറ്റിക്ക് ഈക്വൽ ആവാം. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു റോഡിൽ കണ്ടമാനം വണ്ടികൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അതായത് അവിടുത്തെ ട്രാഫിക് വോളിയം എന്തായി? അവിടുത്തെ കപ്പാസിറ്റിക്ക് ഈക്വലായി. ക്ലിയർ അല്ലേ? അതിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന, അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വെഹിക്കിളിൻ്റെ അത്ര തന്നെ അതിൻ്റെ ട്രാഫിക് വോളിയം. അപ്പോൾ പിന്നെ അനങ്ങാൻ പറ്റുമോ? അനങ്ങാൻ പറ്റില്ല, അല്ലേ? വെറുതെ അവിടെ ഇരിക്കേണ്ടി വരും. യെസ്, നോക്കിയാൽ വെറുതെ ഇത് മനസ്സിലാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലെവൽ ഓഫ് സർവീസ് ആണ്. നോക്കിയേ, ഇതാണ് ലെവൽ ഓഫ് സർവീസ് A. ഇതാണ് A എന്ന് പറയുന്ന ലെവൽ. നോക്കിയേ, വെഹിക്കിൾസ് എന്താണ്? വളരെ കുറവല്ലേ? യു ക്യാൻ ട്രാവൽ അറ്റ് ഹൈ സ്പീഡ്. ലെവൽ ഓഫ് സർവീസ് B നോക്കിയേ, വി ആർ ഹാവിങ് ഫ്യൂ, അല്ലെ? കുറച്ചും കൂടി വെഹിക്കിൾസ് ഉണ്ട്, സോ സ്പീഡ് കുറയും. ഇനി ലെവൽ ഓഫ് സർവീസ് C നോക്കുകയാണെങ്കിൽ, യെസ്, ഓരോന്നിനും പേരുണ്ട്. നോക്കിയേ, ലെവൽ ഓഫ് സർവീസ് A എന്താണ്? വളരെ കുറവാണ് വെഹിക്കിൾ. അതായത് ഹൈ സ്പീഡിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന റോഡാണ്. എക്സ്പ്രസ് വേ പോലുള്ള സമയങ്ങളാണ്. ഇറ്റ് ഈസ് എ ഫ്രീ ഫ്ലോ റോഡ് എന്നാണ് പറയുക. ഫ്രീ ഫ്ലോ. യെസ്, ഇതെന്താണ്? ലെവൽ ഓഫ് സർവീസ് B എന്താണ്? റീസണബിളി ഫ്രീ ഫ്ലോ. ഓക്കെ, റീസണബിളി ഫ്രീ ഫ്ലോ ആണ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇഫ് യു ലുക്ക് അറ്റ് ഹിയർ, ദ തേർഡ് വൺ ലെവൽ ഓഫ് സർവീസ് C ആണ്.
യെസ് കുറച്ചുകൂടി വെഹിക്കിൾ കാണാം. ഓക്കെ, സ്റ്റേബിൾ ഓപ്പറേഷൻ ആണ് അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, സ്റ്റേബിൾ ഓപ്പറേഷൻ ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാണ്, അതിന്റെ കറസ്പോണ്ടിങ് പേര് കണ്ടിരിക്കുക. യെസ്, ദിസ് ഈസ് ബോർഡർ ലൈൻ അൺസ്റ്റേബിൾ എന്നാണ് പറയുക. ലെവൽ സർവീസ് ഡി കുറച്ചുകൂടി എന്തായി, വെഹിക്കിൾസ് ഒക്കെ കൂടി, ക്വാളിറ്റി ഒക്കെ കുറഞ്ഞു, സ്പീഡൊക്കെ കുറയും, അല്ല ഡിലേ ഒരുപാടുണ്ടാവും. ദെൻ നോക്കിയേ എക്സ്ട്രീംലി അൺസ്റ്റേബിൾ ആണ് ലെവൽ ഓഫ് സർവീസ് ഇ എന്ന് പറയുന്നത്. നോക്കിയേ ഒരുപാട് വണ്ടികളായി തുടങ്ങി അല്ലേ. യെസ്, പിന്നെന്താണ് ലെവൽ ഓഫ് സർവീസ് എഫ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ആണ്. അപ്പോൾ വണ്ടികൾ അനങ്ങുന്നേ ഇല്ല. ലെവൽ ഓഫ് സർവീസ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാഫിക് വോളിയം, ട്രാഫിക് കപ്പാസിറ്റിക്ക് ഓൾമോസ്റ്റ് ഈക്വലായി. റോഡ് നിറയെ വണ്ടിയാണ്, നടന്നു പോകുന്നതായിരിക്കും ബെറ്റർ. ക്ലിയർ അല്ലേ, നടന്നു പോകുന്നതായിരിക്കും ബെറ്റർ. ദാറ്റ് ഈസ് ദ ലെവൽ ഓഫ് സർവീസ്. ക്ലിയർ? യെസ്, ആൻഡ് ലെവൽ ഓഫ് സർവീസ് ഏതൊക്കെയാണെന്ന് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, യെസ്, നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഫിഗറിലും. ദിസ് ഇസ് ലെവൽ ഓഫ് സർവീസ് എ. നോക്കിയേ എന്ത് സമാധാനമുണ്ട്. ലെവൽ ഓഫ് സർവീസ് എ നോക്കിയേ, ലെവൽ ഓഫ് സർവീസ് എ ആണ്, പക്ഷേ ഹൈ ക്വാളിറ്റി റോഡായിരിക്കണം. ആൻഡ് മൂവ് ചെയ്യുന്ന വെഹിക്കിൾസ് എന്ത് ചെയ്യണം, ഒരു പർട്ടിക്കുലർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം, കൺജഷൻ ഉണ്ടാക്കരുത്. ഓരോ ലൈനുകൾ അവൈലബിൾ ആണ്, യു ക്യാൻ മൂവ് അറ്റ് എ പർട്ടിക്കുലർ സ്പീഡ് ഓൺ ഈച്ച് ലൈൻ. ക്ലിയർ അല്ലേ, ഇതാണ് ലെവൽ ഓഫ് സർവീസ് എ എന്ന് പറയുന്നത്. ഓക്കെ, സമാധാനപരമായിട്ട് യു ക്യാൻ മൂവ് അറ്റ് എ ഹയർ സ്പീഡ് ഫോർ എ ലോങ്ങർ ഡിസ്റ്റൻസ്, അറ്റ് എ ഹയർ സ്പീഡ് ഫോർ എ ലോങ്ങർ ഡിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? നോക്കിയേ ഒന്ന് രണ്ട് പോയിന്റുകൾ വായിക്കാം. റീഡ് ഔട്ട് ദ പോയിന്റ്. യെസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ലെവൽ ഓഫ് സർവീസ്. ലെവൽ ഓഫ് സർവീസ് എ എന്താണ്, ട്രാഫിക് ഫ്ലോസ് ഓർ എബവ് പോസ്റ്റഡ് സ്പീഡ്. ഓക്കെ, ട്രാഫിക് ഫ്ലോസ് അറ്റ് ഓർ എബവ് പോസ്റ്റഡ് സ്പീഡ്. നമുക്ക് അറ്റ് ഓർ എബവ്. ഓക്കെ, ട്രാഫിക് ഫ്ലോസ് അറ്റ് ഓർ എബവ് പോസ്റ്റഡ് സ്പീഡ് ആണ്. യെസ്, കംപ്ലീറ്റ് മൊബിലിറ്റി ബിറ്റ്വീൻ ലെയിൻസ് ആണ്. ആവറേജ് സ്പേസിംഗ് ബിറ്റ്വീൻ ദ വെഹിക്കിൾ ഈസ് അബൌട്ട് എത്രയാണ്, 167 മീറ്റർ ആണ്, ഓർ 27 കാർ ലെങ്ത് ആണ്. അണ്ടർലൈൻ ചെയ്യാ പോയിന്റ്. ലെവൽ ഓഫ് സർവീസിൽ രണ്ട് വെഹിക്കിൾ തമ്മിലുള്ള നോക്കിയേ ആവറേജ് സ്പേസിംഗ് ബിറ്റ്വീൻ വെഹിക്കിൾ ഈസ് അബൌട്ട് 167 മീറ്റർ ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് 27 കാർ ലെങ്ത് വ്യത്യാസമാണ്. സോ ഒരു വണ്ടി പോയതിനു ശേഷം നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ്, ലെവൽ ഓഫ് സർവീസ് എ ഉള്ള റോഡിൽ നിൽക്കുകയാണ്. ഒരു വണ്ടി പോയതിനു ശേഷം പിന്നെ 27 വണ്ടികൾക്ക് ശേഷം, അതായത് ആ ഗ്യാപ്പ്, ഒരു വണ്ടി പോയതിനു ശേഷം കുറേ നേരം കഴിഞ്ഞിട്ട് അടുത്ത വണ്ടി വരുള്ളൂ. ബട്ട് ഓൾ ദ വെഹിക്കിൾസ് ആർ മൂവിങ് അറ്റ് ഹൈ സ്പീഡ്. ക്ലിയർ ആണോ? എന്ന് വെച്ചാൽ വണ്ടികൾ പതുക്കെ മൂവ് ചെയ്യുന്നത് കൊണ്ടല്ല, ദേ ആർ മൂവിങ് അറ്റ് ഹൈ സ്പീഡ് ആൻഡ് റോഡ് കാലിയാണ്. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് നോക്കിയേ, motorists have a high level of physical and psychological comfort here. Yes, generally occurs late at night in urban areas, frequently in rural areas. So ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്ക് രാത്രിയൊക്കെ ആണെങ്കിൽ നമുക്ക് കത്തിച്ച് വിടാം നിങ്ങൾക്ക്. നോക്കിയേ ലെവൽ ഓഫ് സർവീസ് ബി നോക്കിയേ, റീസണബിളി ഫ്രീ ഫ്ലോ ആണ്. ട്രാഫിക് സ്ട്രീം ഈസ് സ്ലൈറ്റ്ലി റെസ്ട്രിക്റ്റഡ് ദാൻ ലെവൽ ഓഫ് സർവീസ് എ ആണ്. ഇവിടെയും എ ലോവസ്റ്റ് ആവറേജ് വെഹിക്കിൾ സ്പേസിംഗ് ഓഫ് എത്ര കാണാം, യെസ് 16 കാർ ലെങ്ത് ഓർ എത്രയാണ് 100 മീറ്റർ ലെങ്ത് കാണാം നമുക്ക്. ഓക്കെ, ആൻഡ് മോട്ടോറിസ്റ്റ് സ്റ്റിൽ ഹാവ് ഹൈ ലെവൽ ഓഫ് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ കംഫർട്ട് ഇയർ. ലെവൽ ഓഫ് സർവീസ് ബി ആണ്. സിമിലർലി നിങ്ങൾക്ക് കാണാം ഓരോ ഫിഗറിലും അല്ലേ, ട്രാഫിക് കൂടി വരുന്നു. യെസ്, നെക്സ്റ്റ് നോക്കിയാൽ ലെവൽ ഓഫ് സർവീസ് സി എന്താണ്, ഇറ്റ് ഈസ് സ്റ്റേബിൾ ഫ്ലോ ഓർ നിയർ ഫ്രീ ഫ്ലോ ആണ്, അങ്ങനെയും പറയാം. ലെയിൻ ചേഞ്ച് റിക്വയർ മോർ ഡ്രൈവർ അവയർനെസ് അല്ലേ, നോക്കിയും കണ്ടേ ലെയിൻ മാറാവുള്ളൂ. നമുക്കറിയാം ഓട്ടോക്കാരൊക്കെ ചുമ്മാ അല്ലേ, ബൈക്കുകാരും ഓട്ടോക്കാരൊക്കെ എന്താണ് അവർക്ക് തോന്നിയ പോലെയാണ് പോവുക. ദെൻ മിനിമം വെഹിക്കിൾ സ്പേസിംഗ് ഈസ് അബൌട്ട് എത്രയാണ്, 11 കാർ ഓർ 67 മീറ്റർ ആണ്. ഓക്കെ, മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ഡ്രൈവേഴ്സ് ആർ കംഫർട്ടബിൾ ഇയർ അല്ലേ, ഓടി തഴക്കം വന്നു. ആൻഡ് പോസ്റ്റഡ് സ്പീഡ് ഈസ് മെയിൻറ്റെയിൻ. എത്രയാണോ സ്പീഡ് പറയുന്നത് ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ദിസ് ഈസ് ദ ടാർഗറ്റ് ലൈൻ ഓഫ് സൈറ്റ് ഫോർ സം അർബൻ ആൻഡ് മോസ്റ്റ് റൂറൽ ഹൈവേസ്. അതായത് ലെവൽ ഓഫ് സർവീസ് സി ആണ് നമ്മൾ മിക്കവാറും നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നത്. ഇടയ്ക്ക് ബ്ലോക്ക് ഉണ്ടാവാം, ബട്ട് കൂടുതൽ നേരം ബ്ലോക്ക് ഉണ്ടാവാറില്ല. അത് എറണാകുളം പോലത്തെ സിറ്റീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കണ്ടമാനം ബ്ലോക്കാണ്, അത് ലെവൽ ഓഫ് സർവീസ് ഡിയിലേക്കൊക്കെ വരും. ക്ലിയർ അല്ലേ? ബാംഗ്ലൂരൊക്കെ ലെവൽ ഓഫ് സർവീസ് എഫ് ആണ്, അനങ്ങാൻ പറ്റില്ല. വണ്ടി അനങ്ങുന്നുണ്ടോ? ഇല്ല, 2 ദിവസം വണ്ടി അവിടെ കിടക്കുകയാണ്. നോക്കിയേ അടുത്ത് നോക്കിയാൽ ലെവൽ ഓഫ് സർവീസ് ഡി നോക്കിയാൽ അപ്രോച്ചിങ് അൺസ്റ്റേബിൾ ഫ്ലോ, അതാണ് ലെവൽ ഓഫ് സർവീസ്. ഫ്രീഡം ടു മാനുവർ വിത്തിൻ ദ ട്രാഫിക് സ്ട്രീം ഈസ് മച്ച് മോർ ഡിഫിക്കൾട്ട് ഓർ ലിമിറ്റഡ്. ഡ്രൈവർ കംഫർട്ട് ലെവൽ ഡിക്രീസസ്. വെഹിക്കിൾസ് ആർ സ്പേസ്ഡ് അബൌട്ട് എത്രയാണ്, യെസ് 50 മീറ്റർ ഓർ 8 കാർ ലെങ്ത് ആണ്, 8 കാർ ലെങ്ത്. യെസ്, മൈനർ ഇൻസിഡൻസ് ദാറ്റ് ഈസ് ബിസി ഷോപ്പിംഗ് കോറിഡോർ ഇൻ ദ മിഡിൽ ഓഫ് ദ വീക്ക് ഡേ or functional urban highway during the commuting hours. It is a common goal for urban street during peak hours. Attaining level of service C would require prohibitive cost and societal impact in the bypass road and lane addition. Clear? Yes. Then there is a level of service E, അതേപോലെ വായിക്കാം നിങ്ങൾ. Then level of service F, you can see that. So എന്താക്കാം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ
ക്ലാസിഫൈ ചെയ്യുക ഏതൊക്കെയാണ് ലെവൽ ഓഫ് സർവീസ്. തീർച്ചയായിട്ടും ലെവൽ ഓഫ് സർവീസ് ഡിഫൈൻ ചെയ്യണം, ലെവൽ ഓഫ് സർവീസിൻ്റെ ഗ്രാഫ് വരയ്ക്കണം, എന്നിട്ട് ലെവൽ ഓഫ് സർവീസ് A to F വരെ ബ്രീഫായിട്ട് 1, 2, 3 പോയിന്റുകൾ ആഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. നിർബന്ധമായിട്ട് ലെവൽ ഓഫ് സർവീസ് ഡിഫൈൻ ചെയ്യണം, ആ ഗ്രാഫ് എല്ലാവരും വരയ്ക്കണം, നിർബന്ധമാണ്. ലെവൽ ഓഫ് സർവീസ് A is the best thing, ലെവൽ ഓഫ് സർവീസ് F is the worst thing. ക്ലിയർ? ഇസ് ദാറ്റ് ഓക്കെ? യെസ്. ഇനി അവിടെ നമ്മൾ പറയേണ്ട കാര്യം എന്താണ്, ദെൻ പിന്നെ ആ ക്വസ്റ്റിൽ പറഞ്ഞത് വാട്ട് ഈസ് എ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ആണ്. ആദ്യം ലിസ്റ്റ് ചെയ്യുക ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കപ്പാസിറ്റി ആൻഡ് ലെവൽ ഓഫ് സർവീസ് ഏതൊക്കെയാണ്. യെസ്, റോഡ് വേ ഫാക്ടേഴ്സ് ആണ്. അതായത് റോഡിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ലെയിൻ വിഡ്ത്ത്, അതിൻ്റെ ക്ലിയറൻസ്, ഷോൾഡറിൻ്റെ വിഡ്ത്ത്, സർഫസ് കണ്ടീഷൻ, സ്മൂത്ത് ആണോ, ലെവൽഡ് ആണോ, അൺഡുലേറ്റഡ് ആണോ, അലൈൻമെൻറ്റ് എങ്ങനെയാണ്. നല്ല സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ എന്താണ്, കത്തിച്ച് പിടിക്കാം അല്ലേ. ഇനി വളവുകളുള്ള റോഡാണെങ്കിലോ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ ഗ്രേഡ് അല്ലേ, കയറ്റം ഇറക്കം ഒക്കെയാണ്. സോ നിങ്ങൾക്ക് ഓരോന്നിലും ബ്രീഫായിട്ട് 1 ലൈൻ കാര്യങ്ങൾ എഴുതാം. ഓക്കെ, നല്ലതായിരിക്കും. ഏതെങ്കിലും 3 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ക്ലിയർ അല്ലേ. ട്രാഫിക് ഫാക്ടേഴ്സ് ആണ്, സ്പീഡ് ആൻഡ് ട്രാവൽ ടൈം. ഓക്കെ, യെസ്, സ്പീഡ് കൂടുമ്പോൾ നമുക്ക് എന്തായിരിക്കണം, ലെവൽ ഓഫ് സർവീസ് കൂടുതലായിരിക്കണം അല്ലേ. ട്രാവൽ ടൈം എന്തായിരിക്കും, കറസ്പോണ്ടിങ് കുറവായിരിക്കും. ഫ്രീഡം ടു ട്രാവൽ വിത്ത് ദ ഡിസൈർഡ് സ്പീഡ്, അതെവിടെയാണ് ഏറ്റവും കൂടുതൽ, ലെവൽ ഓഫ് സർവീസ് എയിലാണ് ഏറ്റവും കൂടുതൽ. ലെവൽ ഓഫ് സർവീസ് എഫിൽ ഫ്രീഡമേ ഇല്ല, വണ്ടി അവിടെ നിർത്തിയിട്ട് നടന്നു പോകുക എന്നുള്ളതാണ്. ദെൻ ഡ്രൈവിംഗ് കംഫർട്ട് ആൻഡ് കൺവീനിയൻസ്, ദെൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ്. ക്ലിയർ അല്ലേ. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കപ്പാസിറ്റി ആൻഡ് ലെവൽ ഓഫ് സർവീസ്. ലിസ്റ്റ് ചെയ്യുക, ഓരോന്നും എന്ത് ചെയ്യുക, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യുക. ക്ലിയർ അല്ലേ. യെസ്. സോ അതാണ് ക്വസ്റ്റ്യൻ നമ്പർ, ഐ ഹോപ്പ് 15 അല്ലേ, 15 അല്ലായിരുന്നോ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 15 എ പാർട്ടാണ് കഴിഞ്ഞത്, അതേ ക്വസ്റ്റ്യനിലെ ബി പാർട്ടാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് പാർട്ട്, ദാറ്റ് ഈസ് എ ബി പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 15. നോക്കിയ ക്വസ്റ്റ്യൻ ആണ് ഇത്, ന്യൂമറിക്കലാണ് ആൻഡ് ദേ ആർ ആസ്കിംഗ് ടു ഫൈൻഡ് ഔട്ട് ഏതാണ്. യെസ്, ഒപ്റ്റിമം സൈക്കിൾ ലെങ്ത് ആണ്. നോക്കിയ എ ഫിക്സ്ഡ് ടു ഫേസ് സിഗ്നൽ n is equal എത്രയാണ്, 2 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഈസ് ടു ബി പ്രൊവൈഡഡ് ഇന്റർസെക്ഷൻ ഹാവിംഗ് നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് റോഡാണ്. സോ റോഡ് എങ്ങനെയാണുള്ളത്. യെസ്, നമ്മുടെ റോഡ് എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക ആദ്യം. വി ആർ ഹാവിംഗ് എ നോർത്ത് സൗത്ത് മൂവ്മെന്റ് ഉണ്ട്, ദെൻ വി ആർ ഹാവിംഗ് ഈസ്റ്റ് വെസ്റ്റ് മൂവ്മെന്റ് ഉണ്ട്. ഓക്കെ, യെസ്, സോ വി ആർ ഹാവിംഗ് മൂവ്മെന്റ് ലൈക്ക് ദിസ്. Roads where only straight ahead traffic is permitted. The hour flows are given in the table. Yes, okay. അതായത് എന്തൊക്കെ തന്നിട്ടുണ്ട്, ഡിസൈൻ അവർ ഫ്ലോ തന്നിട്ടുണ്ട്, നോർമൽ ഫ്ലോ ആൻഡ് അതിൻ്റെ പീക്ക് ഫ്ലോ അതായത് സാച്ചുറേഷൻ ഫ്ലോയും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഓപ്റ്റിമം സൈക്കിൾ ലെങ്ത് ഓർ ഒപ്റ്റിമം സൈക്കിൾ ടൈം ആൻഡ് ഗ്രീൻ ടൈം. ഓക്കെ, ഗ്രീൻ ടൈം കണ്ടുപിടിക്കണം. യെസ്, ഫോർ ദ മിനിമം ഓവറോൾ ഡിലേ. ഓക്കെ, ഡിലേ കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഗ്രീൻ ടൈം. ദ ഇൻ്റഗ്രേഷൻ ടൈം ഷുഡ് ബി മിനിമം necessary for efficient operation. The time lost per phase due to starting delay can be assumed as 2 seconds. So എന്താണ് തന്നിരിക്കുന്നത്, that is nothing but TSL തന്നിട്ടുണ്ട്, starting delay തന്നിട്ടുണ്ട്. Value of the amber period അല്ലെ, capital A is equal to amber period തന്നിട്ടുണ്ട്. Yes, sketch the timing diagram for each phase. അതും കൂടി വരയ്ക്കണം. So നിങ്ങൾ C നോട്ട് കണ്ടുപിടിക്കണം, ഗ്രീൻ ടൈം കണ്ടുപിടിക്കണം. Then you have to go for the നിങ്ങൾ അതിൻ്റെ എന്തുകൂടി കണ്ടുപിടിക്കണം. You have to find out അതിൻ്റെ എന്താ പറയുക, ഫേസ് ഡയഗ്രം കൂടി വരയ്ക്കണം. ക്ലിയർ അല്ലേ. സോ ലെറ്റ്സ് ഡു ദിസ് ക്വസ്റ്റ്യൻ. യെസ്, ഓക്കെ, നമുക്കറിയാം സി നോട്ട് ഈസ് ഈക്വൽ എന്താണോ, സി നോട്ട് ഈസ് ഈക്വൽ എല്ലാവരും പറഞ്ഞത് എന്താണ്, ദ ഒപ്റ്റിമം സൈക്കിൾ ടൈം സി നോട്ട് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ പറഞ്ഞ എല്ലാവരും 1.5 L + 5 ഡിവൈഡ് ബൈ എന്താണ്, 1 - capital Y ആണ്. 1 - capital Y ആണ്. സോ നമുക്ക് ആദ്യം ഓരോന്ന് കണ്ടുപിടിക്കാം. L എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ലോസ് ടൈം ആണ്. തേർഡ് ഈസ് എ ലോസ് ടൈം. പല രീതിയിലും കണ്ടുപിടിക്കാം നമുക്ക്. ഇറ്റ് ഈസ് ബെറ്റർ യു നൗ ഫൈൻഡ് ഔട്ട് L is equal to by this equation, that is n into TSL plus TCL plus all red time അല്ലേ, all red time. നമുക്കറിയാം എന്താണ് all red time എന്നൊക്കെ പറയുന്നത്. ബട്ട് ഇതാണ് ഇക്വേഷൻ. ഇവിടെ എന്താണ്, ഈ ഇക്വേഷനിൽ all red time തന്നിട്ടില്ല, that it can be assumed as 0. ആൻഡ് TSL തന്നിട്ടുണ്ട് എത്രയാണ്, 2 seconds ആണ്. TCL തന്നിട്ടില്ല, നമുക്കറിയാം if TCL is not given അല്ലെ, ക്ലിയറൻസ് ലോസ് ടൈം തന്നിട്ടില്ല, ബട്ട് ആംബർ ടൈം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ TCL എന്താക്കി അസ്യൂം ചെയ്യണം, നമ്മൾ ക്ലിയറൻസ് ലോസ് ടൈം ആക്കി അസ്യൂം ചെയ്യണം. ഓക്കെ, ആൻഡ് n is given as 2 ആണ്. ദാറ്റ് ഈസ് L is equal to 2 into 2 plus 2 plus 0 എന്നാണ് വരിക. ദാറ്റ് ഈസ് 4 into 2, ദാറ്റ് ഈസ് equal to 8 സെക്കൻഡ് ആണ് നമുക്ക് ടോട്ടൽ ലോസ് ടൈം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. യെസ്, ആംബർ ടൈം തന്നിട്ടുണ്ട് ആൻഡ് TCL തന്നിട്ടില്ല, ക്ലിയറൻസ് ലോസ് ടൈം തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു അസ്യൂം ക്ലിയറൻസ് ലോസ് ടൈം ആസ് ആംബർ ടൈം എന്ന പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ L എന്ന് കിട്ടി. യെസ്, ഈ ഇക്വേഷനിൽ
L കിട്ടി, that is a total lost time. ഇനി y വേണം, എന്താണോ? It is nothing but the flow ratio ആണ് അല്ലേ? y is equal to sum of flow ratio ആണ്, y1 plus y2 ആണ്, where y1 is equal എന്താണ്? Yes, where y1 is equal എന്താണ് വരിക? Yes, find out y1 and y2. It is എന്താ വരിക? Q by S ആണല്ലേ? So Q1 by S1, അതായത് normal flow divided by saturation flow. y2 is equal എന്താണ്? Yes, Q2 by S2 ആണ്. Q2 by S2 ആണ്. ക്ലിയർ അല്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക്, നിങ്ങളുടെ ആൻസർ പേപ്പറിലേക്ക് നിങ്ങൾ ഈ ടേബിൾ എടുത്ത് എഴുതണം. യു ഹാവ് ടു, ഈ ടേബിൾ നിങ്ങൾ ഒന്നും കൂടി എന്ത് ചെയ്യണം? നിങ്ങൾ ആൻസർ പേപ്പറിലേക്ക് എഴുതണം. ആൻസർ പേപ്പറിലേക്ക് എഴുതിയിട്ട് യു ഹാവ് ടു ആഡ് ഓൾ ദീസ് വാല്യൂസ്. വീണ്ടും എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ടേബിൾ വരയ്ക്കണം നിങ്ങളുടെ ആൻസറിൽ. ഓക്കെ, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഈ 2 കോളം, ഈ 2 റോ കഴിഞ്ഞാൽ അടുത്ത റോ എന്താണ്? y കൊടുക്കുക. y ഈക്വൽ എന്താണ്? Q by S ആണ്. ഓക്കെ, Q by S ആണ്. സോ ഇഫ് യു ഡ്രോ ഹിയർ, ഓക്കെ, ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരയ്ക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ സെപ്പറേറ്റ് വരയ്ക്കണം. ഓക്കെ, യെസ്. സോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അല്ലേ, ഇവിടെ Q by S ചെയ്യുക. ഇതാണ് Q. യെസ്, Q ഈസ് ഗിവൺ, ദിസ് ഈസ് S. സോ എന്താണ്? 800 ഡിവൈഡ് ബൈ 2400, അതായത് 1/3 ആണ്. എത്ര വരുന്നത്? 0.33 ആണ്. 0.33 ആണ്. ഇതാണ് നോർത്ത് സൈഡിൻ്റെ അവസ്ഥ അല്ലേ? നോർത്ത് സൈഡിൻ്റെ അവസ്ഥ. ഇവിടെ നോക്കുകയാണെങ്കിൽ 1/5 ആണ്. ഇത് എത്ര വരിക? 0.2 ആണ് വരിക അല്ലേ? 0.2 ആണ് വരിക. സോ ദിസ് ഈസ് ഫോർ നോർത്ത് സൗത്ത് ആണ് അല്ലേ? ദിസ് ഈസ് ഫോർ ഏതാണ്? നോർത്ത് സൗത്ത് ആണ് അല്ലേ? നമുക്കറിയാം റോഡ് നോക്കുകയാണെങ്കിൽ നോർത്ത് സൗത്ത് ഉണ്ട്, പിന്നെ ഏതാണ്? ഈസ്റ്റ് വെസ്റ്റ് ഉണ്ട്. സോ നോർത്ത് സൗത്തിലെ മാക്സിമം വാല്യൂ എത്രയാണ് വരുന്നത്? വൈ. യെസ്, നമ്മളെപ്പോഴും ട്രാഫിക് സിഗ്നൽ ഡിസൈൻ ചെയ്യുമ്പോൾ മാക്സിമം ട്രാഫിക്കിന് വേണ്ടിയല്ലേ ഡിസൈൻ ചെയ്യുക? മാക്സിമം ട്രാഫിക് ഫ്ലോന് വേണ്ടിയല്ലേ? സോ വൈ മാക്സ് എത്രയായിരിക്കും? വൈ മാക്സ് ഫോർ നോർത്ത് സൗത്ത് എത്രയാണ് വരുന്നത്? യെസ്, വൈ മാക്സ് ഫോർ നോർത്ത് സൗത്ത് എത്രയാണ് വരേണ്ടത്? യെസ്, ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു 0.33. ക്ലിയർ? സോ വൈ മാക്സ് വിൽ ബി ഈസ് ഈക്വൽ ടു 0.33 എടുക്കും നമ്മൾ. ക്ലിയർ? സോ സിമിലർലി യു ഡു ദാറ്റ് തിങ് ഇൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഈസ്റ്റ് നോക്കിയാൽ 750/3000 എത്രയാണ് വരുന്നത്? സോ ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു 0.25 ആണ് വരിക. ആൻഡ് 1000 by this is again 0.33 ആണ്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു 0.33 ആണ്. സോ വൈ മാക്സ് എത്രയാണ്? ഇവിടെയും 0.33 ആണ്. ദിസ് ഈസ് ഫോർ ഈസ്റ്റ് വെസ്റ്റ് ആണ്. നോർത്ത് സൗത്തിൻ്റെ വൈ മാക്സ് എത്രയാണ്? 0.33. യെസ്, ഇതിൻ്റെ എത്രയാണ് മാക്സിമം വാല്യൂ? 0.33 ആണ്. സോ നമുക്ക് എല്ലാം കിട്ടി. ഇനി ക്യാപിറ്റൽ വൈ എന്തായിരിക്കും? therefore capital Y which will be is equal to, yes, y max of north south plus y max of east west. അതാണ് നമ്മൾ നേരത്തെ y1 plus y2 എന്ന് എഴുതിയത്. ഓക്കെ, യെസ്, you know this. so the capital Y is equal എത്ര വരും? capital Y is equal to 0.33 plus 0.33, that is equal to 0.66 എന്ന് വരും. ഓക്കെ അല്ലേ? that is equal എത്രയാണ്? 0.66 എന്ന് വരും. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ ഏത് സി നോട്ടിലെ 1.5 L plus 5 L കിട്ടി, ഡിവൈഡ് ബൈ 1 മൈനസ് ക്യാപിറ്റൽ Y കിട്ടി. ക്ലിയർ അല്ലേ? ഇനി സി നോട്ട് കണ്ടുപിടിക്കാം. ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? സി നോട്ടിലേക്ക് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് സി നോട്ട് ആൻഡ് ലെറ്റ്സ് സീ എത്രയാണ് സി നോട്ട് വരുന്നത്. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ. therefore സി നോട്ട് ഈസ് ഈക്വൽ ടു 1.5 L plus 5 ഡിവൈഡ് ബൈ 1 മൈനസ് ക്യാപിറ്റൽ Y ആണ്. ഓക്കെ, വേരിയബിൾ ഒക്കെ നമ്മൾ എഴുതി, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. സോ ദാറ്റ് ഈസ് 1.5 ഇൻറ്റു L എത്രയാണ് വരുന്നത്? എത്ര കിട്ടിയത്? 8 അല്ലേ? പ്ലസ് 5 ഡിവൈഡ് ബൈ 1 മൈനസ് 0.66. ഇഫ് യു കാൽക്കുലേറ്റ് ദിസ്, യെസ്, യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് സി നോട്ട് ആസ് 50 seconds എന്ന് കിട്ടും. ഓക്കെ, സോ അതായിരുന്നു ക്വസ്റ്റ്യൻ ആദ്യം ആവശ്യപ്പെട്ടിരുന്നത്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ ആവശ്യപ്പെട്ടത്? ക്വസ്റ്റ്യൻ വെർ ആസ്കിങ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ്, യെസ്, ഒപ്റ്റിമം സൈക്കിൾ ടൈം എത്രയാണെന്ന് ചോദിച്ചു. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് എ ഗ്രീൻ ടൈം ഫോർ മിനിമം ഓവർ ഓൾ ഡിലേ ആണ്. സോ നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഗ്രീൻ ടൈം ആണ്. നമുക്കറിയാം അല്ലെ, ഗ്രീൻ ടൈം G1 ഉദ്ദേശിക്കുന്നത് എന്താണോ? ദാറ്റ് ഈസ് ഫോർ നോർത്ത് സൗത്ത് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഫോർ നോർത്ത് സൗത്ത് ആണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഫോർമുല എന്താണ്? y1 ഡിവൈഡ് ബൈ ക്യാപിറ്റൽ Y. ഓക്കെ, y1 ഡിവൈഡ് ബൈ ക്യാപിറ്റൽ Y ഇൻറ്റു സി നോട്ട് മൈനസ് L ആണ്. ഇതെല്ലാവർക്കും അറിയാം, ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ. വാട്ട് ഈസ് y1 ആൻഡ് വാട്ട് ഈസ് ക്യാപിറ്റൽ Y? y1 0.33 ആയിരുന്നു, ക്യാപിറ്റൽ Y നമുക്ക് 0.66 കിട്ടിയിട്ടുണ്ട്. സി നോട്ട് നമ്മളിപ്പോൾ പറഞ്ഞു എത്രയാണ്? 50 seconds ആണ്. ആൻഡ് ലോസ്റ്റ് ഇൻ ടൈം എത്രയാണ്? 8 ആണ്. ക്ലിയർ? ഈ സാർ ഓക്കെ. സോ ഇഫ് യു കാൽക്കുലേറ്റ് ദിസ് യു വിൽ ഗെറ്റ് ദാറ്റ് ഈസ് നോർത്ത് സൗത്ത് ഫേസിന്. നോർത്ത് സൗത്ത് ഫേസ് ആണ് നമ്മൾ എഫക്റ്റീവ് ഗ്രീൻ ടൈം സ്മോൾ g ആണ്. ഗ്രീൻ ടൈം എന്തായിരുന്നു? ക്യാപിറ്റൽ G ആണ്. എഫക്റ്റീവ് ഗ്രീൻ ടൈം ദാറ്റ് ഈസ് ഇൻക്ലൂഡിങ് ഓൾ ലോസസ് എത്രയാണ്? 21 seconds എന്ന് കിട്ടും. 21 seconds എന്നാണ് കിട്ടുക. 21 seconds എന്നാണ് കിട്ടുക. ക്ലിയർ? സിമിലർലി യു ക്യാൻ ഫൈൻഡ് ഔട്ട് G2 എന്ന് പറഞ്ഞാൽ എന്താണ്? എഫക്റ്റീവ് ഗ്രീൻ ടൈം ഇൻ ദ, ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഇൻ ദ
east to west time, that is equal to yes y2 divided by capital Y ആണ് into c0 minus L. സെയിം ഇക്വേഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ, സെയിം സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വരിക അല്ലേ, കാരണം y2 ഇത്ര തന്നെയാണ്, y2 ഈസ് ഓൾസോ സെയിം, ദാറ്റ് ഈസ് 0.33, ക്യാപിറ്റൽ Y 0.66 ആണ്, സെയിം സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്നാലും എഴുതുക 50 മൈനസ് 8 യു വിൽ ഗെറ്റ് ദ സെയിം വാല്യൂ, ദാറ്റ് ഈസ് 21 സെക്കൻഡ്സ് ആണ്. സോ നമുക്ക് കാൽക്കുലേഷൻ എല്ലാം കഴിഞ്ഞു. അതായത് ലോസ് കഴിഞ്ഞിട്ടുള്ള ടൈം, എഫക്റ്റീവ് ഗ്രീൻ ടൈം എന്താണോ, ഇറ്റ് ഈസ് ദ എഫക്റ്റീവ് ടൈം ഇൻ വിച്ച് വെഹിക്കിൾസ് ആർ മൂവിങ് അല്ലേ. നിങ്ങൾ ഗ്രീൻ ടൈം കൊടുത്തു കഴിഞ്ഞാലും അതിൽ കുറേയൊക്കെ ലോസസ് ഉണ്ടാവും, സ്റ്റാർട്ടിങ് ലോസ് ആൻഡ് ഡിലേ ലോസ് നമുക്കറിയാം, അതൊക്കെ അറിയാം. സോ ഇതാണ് 21 സെക്കൻഡ്സ് ആണ് നമുക്ക് രണ്ട് ഫേസിലുമുള്ള എന്ത് കിട്ടിയിരിക്കുന്നത്, യെസ് ഗ്രീൻ ടൈം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ക്വസ്റ്റ്യൻ വായിക്കാൻ നമുക്കൊന്നുകൂടിയും. യെസ്, വെർ ഇസ് എ ക്വസ്റ്റ്യൻ, ലെറ്റ് മീ റീഡ് ദ ക്വസ്റ്റ്യൻ അഗെയിൻ. ഓക്കെ, ഇൻക്ലൂഡിങ് ഓൾ ഡിലേസ് ആണ്. നമുക്ക് എന്തൊക്കെ ഡിലേസ് ഉണ്ട്, വി ആർ ഹാവിംഗ് എ സ്റ്റാർട്ടിംഗ് ഡിലേ ഓഫ് 2 seconds ആൻഡ് ദ ആംബർ ടൈം ഇസിക്വൽ എത്രയാണ്, 2 seconds ആണ്. ആംബർ ടൈം ഇസിക്വൽ എന്താണ്, 2 seconds ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. യെസ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. വെയിറ്റ്, യു ഓൾറെഡി നോ ദിസ്. ശരിക്കും എന്താണോ, യെസ് എഫക്റ്റീവ് ഗ്രീൻ ടൈം ഇസിക്വൽ എന്താണ്, വണ്ടികൾ എപ്പോഴൊക്കെയാണ് മൂവ് ചെയ്യുക, യെസ് ഗ്രീൻ ടൈമിൽ മൂവ് ചെയ്യാറുണ്ട്, ആംബർ ടൈമിൽ മൂവ് ചെയ്യാറുണ്ട്. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം നമ്മൾ, യെസ് ടോട്ടൽ ലോസ് ടൈം. ഏതൊക്കെയാണ് ടോട്ടൽ ലോസ് ടൈം, TSL പ്ലസ് എന്തൊക്കെയാണ് TCL ആണ് അല്ലേ. സോ ഇങ്ങനെയാണ് എന്തുണ്ടാവുക, എഫക്റ്റീവ് ഗ്രീൻ ടൈം എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ വരയ്ക്കാം, ഫോർ ദ നോർത്ത് സൗത്ത് ഫേസ്, യെസ് ലുക്ക് അറ്റ് ദിസ് ഡയഗ്രാം. ഫോർ ദ നോർത്ത് സൗത്ത് ഫേസ്, യെസ് ഫേസ് 1 ഏതാണ്, നമുക്ക് നോർത്ത് ഫേസ് എടുക്കാം. ഓക്കെ, സോ ഫേസ് 1 നമുക്ക് എന്താക്കി എടുക്കാം, നോർത്ത് സൗത്ത് ഫേസ് എടുക്കാം. ക്ലിയർ അല്ലേ, യെസ് നോർത്ത് സൗത്ത് ഫേസ് എടുക്കാം. നോക്കിയേ, ഇത്രയുമാണ് ഗ്രീൻ ടൈം പ്രൊവൈഡ് ചെയ്തിരുന്നത് അല്ലേ, ഇത്രയുമായിരുന്നു ഗ്രീൻ ടൈം. ദിസ് മച്ച് ഈസ് ദ ഗ്രീൻ ടൈം പ്രൊവൈഡഡ്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ളതാണ് ഗ്രീൻ ടൈം, ക്യാപിറ്റൽ ഗ്രീൻ ടൈം ആണ്. പക്ഷേ അതിൽ കുറച്ച് ഡിലേ ഉണ്ട്. സോ ഈ കാണിച്ചിരിക്കുന്നത് എന്താണ്, അതിൽ ടോട്ടൽ എന്താണ്, സ്റ്റാർട്ടിങ് ഡിലേ ഉണ്ടാവില്ലേ, ക്യാപിറ്റൽ G നമുക്ക് കിട്ടിയ എന്താണ്, സ്മോൾ g സിക്വൽ എത്രയാണ് നമുക്ക് കിട്ടിയത്, 21 seconds. അതിൻ്റെ കൂടെ എന്തുകൂടി കൂട്ടണം, നമ്മുടെ സ്റ്റാർട്ടിംഗ് ഡിലേയും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഗ്രീൻ ടൈം കിട്ടുന്നത്. ഓക്കെ, ഗ്രീൻ ടൈം കഴിഞ്ഞാൽ പിന്നെ ഈ ചെയ്തിരിക്കുന്നത് എന്താണ്, ദിസ് 2 seconds ഈസ് നത്തിങ് ബട്ട് ദ ആംബർ ടൈം ആൻഡ് ബാക്കിയുള്ള സമയം മൊത്തം എന്തായിരിക്കണം, റെഡ് ടൈം ആണ്. ക്ലിയർ അല്ലേ, അത് എത്രയാണ് നമുക്ക് അടുത്ത ഫേസും കൂടി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. സോ മൊത്തം ഗ്രീൻ ടൈം എത്രയാണ്, അല്ലെങ്കിൽ ഇവിടെ വണ്ടികൾ മൂവ് ചെയ്യുന്ന സമയം എത്രയാണ്, ഫേസ് 1 വണ്ടികൾ മൂവ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണോ, G+A ആണ്. G എത്രയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 23 ആണ്. ക്യാപിറ്റൽ G എത്രയാണ്, 23 ആണ്. വിച്ച് സ്മോൾ g പ്ലസ് ഡിലേയും കൂടി ആഡ് ചെയ്യണം, പ്ലസ് ആംബർ ടൈമും കൂടി ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് എത്ര കിട്ടുക, 25 seconds എന്നാണ് കിട്ടുക. സോ ഫേസ് 1 വണ്ടികൾ മൂവ് ചെയ്യുന്ന സമയം, അതായത് ഗ്രീൻ ടൈമും ആംബർ ടൈമും ആണ് എത്രയാണത്, 25 സെക്കൻഡ് ആണ്. സോ ഫേസ് 1 25 സെക്കൻഡ് വണ്ടികൾ മൂവ് ചെയ്യുമ്പോൾ ഫേസ് 2 എന്താണ്, വണ്ടികൾ അത്രയും നേരം മൂവ് ചെയ്യില്ല, അത്രയും നേരം വണ്ടികൾ എന്ത് ചെയ്യില്ല, മൂവ് ചെയ്യില്ല. ക്ലിയർ ആയിട്ടും അല്ലേ. സോ ഇത്രയും എന്തായിരിക്കും, റെഡ് ടൈം ഓഫ് ദ ഫേസ് 2 ആണ്. എന്താണ് ഫേസ് 2 ഉദ്ദേശിക്കുന്നത്, ഈസ്റ്റ് വെസ്റ്റ് ആണ്. ക്ലിയർ, ഈസ്റ്റ് വെസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ, യെസ്. ആൻഡ് എത്രയാണോ ഫേസ് 1 റെഡ് ടൈം, അത്ര സമയം ഇവിടെ എന്ത് ചെയ്യും, വണ്ടി ഓടും. ക്ലിയർ അല്ലേ, അത്രയും സമയം എന്ത് ചെയ്യും, ഇവിടെ വണ്ടി ഓടും. ബട്ട് ഇനീഷ്യൽ പോർഷൻ ഇതെന്താണ്, ദിസ് ഈസ് നത്തിങ് ബട്ട് ദ സ്റ്റാർട്ടിംഗ് ഡിലേ ആണ്, TSL അല്ലേ. ആൻഡ് ദെൻ ദർ ഈസ് എ ഗ്രീൻ ടൈം, എഫക്റ്റീവ് ഗ്രീൻ ടൈം 21 seconds. ദെൻ ദിസ് ഈസ് നത്തിങ് ബട്ട് ഈ ഷെയ്ഡ് എന്താണ്, ദിസ് ഈസ് നത്തിങ് ബട്ട് ദ ആംബർ ടൈം, ദാറ്റ് ഈസ് 2 seconds ആണ്. ഓക്കെ, സോ മൊത്തം ഇവിടെ എത്രയാണ് റെഡ്, അത്ര സമയം ഇവിടെ വണ്ടി ഓടും. ഇവിടെ എത്രയാണ് റെഡ്, അത്ര സമയം അവിടെ വണ്ടി ഓടും. അല്ലെങ്കിൽ അവിടെ വണ്ടി ഓടുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും, വണ്ടി ഓടരുത്. ക്ലിയർ അല്ലേ. സോ ഇത്തരത്തിൽ ഫേസ് ഡയഗ്രം നിങ്ങൾ വരച്ച് കാണിക്കണം. ഓക്കെ, ഗ്രീൻ റെഡ് യെല്ലോ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുത്ത് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഇങ്ക് പെന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ, യു ക്യാൻ ക്യാരി റെഡ് ഇങ്ക് പെൻ ഓൾസോ. അല്ല, റെഡ് ഇങ്ക് പെൻ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. സോ ഗ്രീൻ എന്താ ബ്ലൂ പെന്നായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയ്ഡ് ചെയ്യുക, ഓരോന്നിനും സ്പെസിഫൈ ആയിട്ട് പേര് കൊടുക്കുക. ഓക്കെ, സോ ദിസ് ഹൗ യു ഡ്രോ ദ ഫേസ് ഡയഗ്രാം. സോ അതാണ് പാർട്ട് ബിയിലെ ഫസ്റ്റ് ചോയ്സ്, ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. ഇനി ഒരു ന്യൂമറിക്കൽ ഉണ്ടായിരുന്നു. സോ ന്യൂമറിക്കൽ ഉള്ളതാണ് നല്ലത്, കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതിയാൽ മതി. തിയററ്റിക്കൽ എന്ന് പറയുമ്പോഴാണ് നമ്മൾ കൂടുതൽ നീട്ടി വലിച്ച് പോയിന്റുകളാക്കി എഴുതേണ്ടി വരിക. ക്ലിയർ അല്ലേ. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ഓപ്ഷൻ, ദാറ്റ് ഈസ് 16. A and B ഉണ്ട് അല്ലേ, A and B ഉണ്ട്. നോക്കിയേ, എന്താണ് A പറയുന്നത്, എക്സ്പ്ലെയിൻ ഹൗ സ്പോർട്സ് സ്പീഡ് ഡാറ്റ ആർ പ്രസന്റഡ് ആൻഡ് ദ റിസൾട്ട്സ് യൂസ്ഡ് ഇൻ ട്രാഫിക് എഞ്ചിനീയറിംഗ്. അല്ലേ, സ്പോർട്സ് സ്പീഡ് ഡാറ്റ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്പോർട്സ് സ്പീഡ് ഡാറ്റയാണ്. എന്താണ് സ്പോർട്സ് സ്പീഡ് ഡാറ്റ എന്ന് എഴുതുക ആദ്യം. വാട്ട് ഈസ് സ്പോർട്സ് സ്പീഡ് ഡാറ്റ, ഇറ്റ് ഈസ് എ സ്പീഡ്, ഇറ്റ് ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ ഓൺ എ റോഡാണ്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. ഓക്കെ, ഒരു മൊമെന്റിലുള്ള സ്പീഡ്.
അത്തരത്തിലുള്ള സ്പീഡിന്റെ ആവറേജ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം ആവറേജ് സ്പീഡ് ഓൺ എ ഹൈവേ കിട്ടുന്നത്. ഇനി സ്പോർട്സ് സ്പീഡ്സ് ആർ റെപ്രസെന്റഡ് ബൈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. യെസ്, കർവ് ആണ് അല്ലേ. സോ ഈ കർവ് നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, ഐ എം ഓൾറെഡി പ്ലോട്ടഡ് ദ കർവ്. ഈ കർവ് നിങ്ങൾ നിർബന്ധമായിട്ടും വരയ്ക്കണം. ഈ കർവ് നിങ്ങൾ വരയ്ക്കണം. ആക്സിസ് എന്താണ്? സ്പീഡ് വേഴ്സസ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് വെഹിക്കിൾ ആണ്. കർവ് നിങ്ങൾ എന്താണ്? യെസ്, ഇത്തരത്തിലുള്ള ഒരു എസ് ഷേപ്പ് കർവ് വരയ്ക്കണം. ആൻഡ് അതിൽ 15% സ്പീഡ് കാണിക്കണം, 85% സ്പീഡ് കാണിക്കണം, 98% സ്പീഡ് കാണിക്കണം. ഈ കർവ് വരച്ച് ഇത്രയും പോയിന്റുകൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു 4 മാർക്ക് കിട്ടും. ക്ലിയർ അല്ലേ? 4 മാർക്ക് ഈ കർവിനാണ്, 4 മാർക്ക് ഈ കർവിനാണ്. ഇനി ഇതിൽ യൂസസ് എന്തൊക്കെയാണ്? യെസ്, നമുക്കറിയാം 98% ജോമെട്രിക്കൽ ഡിസൈൻ സ്പീഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. 85 സ്പീഡാണ് നമുക്ക് അപ്പർ സേഫ് സ്പീഡ് ലിമിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. 15% ലോവർ സേഫ് സ്പീഡ് ലിമിറ്റായിട്ട് അല്ലെങ്കിൽ മിനിമം സ്പീഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഈ 3 പോയിന്റ് കൂടി എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ 7 മാർക്ക് കിട്ടും. സോ ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. ആക്സിസ് ഏതൊക്കെയാണെന്ന് എഴുതണം. 15th, 85th, 98% സ്പീഡുകൾ മാർക്ക് ചെയ്യണം. യെസ്, ദെൻ ജോമെട്രിക് ഡിസൈൻ സ്പീഡ് എന്ന് വെച്ചാൽ 98 സ്പീഡ് എന്നും മാക്സിമം അതായത് സേഫ് സ്പീഡ് അപ്പർ ലിമിറ്റ് ഓഫ് സേഫ് സ്പീഡ്, അപ്പർ സേഫ് സ്പീഡ് ലിമിറ്റ്. ഓക്കെ അല്ലേ? അങ്ങനെ വേണേൽ പറയാം ഇതിന്. എന്താണിത്? അപ്പർ സേഫ് സ്പീഡ് ലിമിറ്റ്. പിന്നെ ഏതാ ഉള്ളത്? ലോവർ സേഫ് സ്പീഡ് ലിമിറ്റ് എന്നും പറയാം. ഓക്കെ, ദാറ്റ് ഈസ് എ 15th percentile സ്പീഡ്. ഈസ് ദാറ്റ് ഓക്കെ? യെസ്. ഇനി ഈ ക്വസ്റ്റിൻ്റെ രണ്ടാമത്തെ പാർട്ട് എന്താണ്? അതാണ് എ പാർട്ട്. ഓക്കെ, ഗ്രാഫ് വരച്ച് ഈ 3 പോയിന്റ് ചെയ്ത് 7 മാർക്കാണ്. അതാണ് നമ്മുടെ എക്സ്പ്ലനേഷൻ പറയുന്നത്. ക്ലിയർ അല്ലേ? ദെൻ ഓപ്ഷൻ ബി എന്താ? ലിസ്റ്റ് ദ വേരിയസ് ഡിവൈസസ് യൂസ് ഇൻ ട്രാഫിക് കൺട്രോളിംഗ്. എന്താ പറയുന്നത്? ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ലിസ്റ്റ് ദ വേരിയസ് ഡിവൈസസ് യൂസ്ഡ് ഇൻ ട്രാഫിക് കൺട്രോളിംഗ് ആൻഡ് ദർ ജനറൽ റിക്വയർമെന്റ്. സോ ലിസ്റ്റ് ചെയ്യണം, അതിൻ്റെ ജനറൽ റിക്വയർമെന്റ് പറയണം. ഓക്കെ, ലിസ്റ്റ് ചെയ്യണം. ആദ്യം നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഓരോന്ന് എടുത്ത് എഴുതുക. അതാണ് ഉദ്ദേശിക്കുന്നത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് ട്രാഫിക് സിഗ്നൽ കോർഡിനേഷൻ? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് ട്രാഫിക് സിഗ്നൽ കോർഡിനേഷൻ എന്നാണ് രണ്ടാമത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, യെസ്. നമുക്കറിയാം ഏതൊക്കെയാണ് സിഗ്നൽസ് ഉള്ളത്. വെയിറ്റ്. യെസ്, ഏതാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്? നമ്മൾ ട്രാഫിക് സയൻസ് ഉണ്ട്, ട്രാഫിക് സിഗ്നൽ ഉണ്ട്, റോഡ് മാർക്കിങ്സ് ഉണ്ട്, പിന്നെ ഏതാണ്? റോഡ് ഐലൻഡ്സ് ആണ്. ഇതാണ് 4 ടൈപ്സ് ഓഫ് ട്രാഫിക് കൺട്രോൾ ഡിവൈസസ്. ക്ലിയർ? ഓരോന്നും എന്ത് ചെയ്യാം? നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ട്രാഫിക് സയൻസ് ആണ്. നമുക്കറിയാം 3 ടൈപ്പ് ട്രാഫിക് സയൻസ് ആണ്. ഒന്ന് മാൻഡേറ്ററി, അല്ലെങ്കിൽ അതിന് റെഗുലേറ്ററി അല്ലെങ്കിൽ പ്രോഹിബിറ്ററി എന്ന് പറയും. രണ്ടാമത്തേതാണ് കോഷനറി ഓർ വാർണിംഗ് സൈൻ. മൂന്നാമത്തേതാണ് ഇൻഫോർമേറ്ററി സയൻസ് അല്ലേ? യെസ്, ദേ ആർ ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ് ഇൻ റെഗുലേറ്റിംഗ് ദ ട്രാഫിക് by imparting messages to the driver about the need to stop and give way and reduce or limit their speed. അല്ലേ? There are 3 types of signals: regulatory അല്ലെങ്കിൽ എന്തു പറയും? മാൻഡേറ്ററി എന്ന് പറയും. റെഗുലേറ്ററി, മാൻഡേറ്ററി ഓർ പ്രോഹിബിറ്ററി. അല്ലെ? ഒരിക്കലും നമ്മൾ ഏത് സയൻസ് ആണ് നമുക്ക് വയലേറ്റ് ചെയ്യാൻ പറ്റാത്തത്? ഈ റെഗുലേറ്ററി, മാൻഡേറ്ററി ഓർ പ്രോഹിബിറ്ററി ആണ്. അല്ലെ? അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസുകാർ വന്ന് എന്ത് ചെയ്യും? യെസ്, നമുക്ക് ഫൈൻ അടയ്ക്കും. ദാറ്റ് ഈസ് ലീഗൽ ഒഫൻസ് ആണ്. ഇഫ് യു വയലേറ്റ് ഓൾ ദീസ് അല്ല, ഫസ്റ്റ് വൺ അല്ലേ? നിങ്ങൾ ഒന്നാമത്തത് ഏതാണ്? റെഗുലേറ്ററി, മാൻഡേറ്ററി ഓർ പ്രോഹിബിറ്ററി സയൻസ് നിങ്ങൾ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ലീഗൽ ഒഫൻസ്. ഫൈൻ അടയ്ക്കണം, പെറ്റി അടിക്കേണ്ടി വരും അല്ലേ? സെക്കൻഡ് വൺ ഈസ് വാർണിംഗ് ഓർ കോഷനറി സൈൻ ആണ്. ആൻഡ് തേർഡ് വൺ ഏതാണ്? ഇൻഫോർമേറ്ററി സയൻസ് ആണ്. വാർണിംഗ് ഓർ കോഷനറി സയൻസ് അല്ലേ? ഓരോ നമുക്ക് പറയാം. യെസ്, നോക്കിയേ എന്താണ് റെഗുലേറ്ററി സയൻസ് എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് വൺ എന്താണ്? ജസ്റ്റ് ഒരു പോയിന്റ് എഴുതുക അവിടെ. റെഗുലേറ്ററി സയൻസിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ എഴുതും. ഓക്കെ, റെഗുലേറ്ററി സയൻസ് ആണെങ്കിൽ എന്താണ് ഷേപ്പ്? യൂഷ്വൽ ഷേപ്പ് ഈ സർക്കുലാർ ഇൻ ഷേപ്പ് ആണ് അല്ലേ? ആൻഡ് അവരുടെ കളർ കോമ്പിനേഷൻ എന്താണ്? വാട്ട് ഇസ് എ കളർ കോമ്പിനേഷൻ? യൂഷ്വലി സർക്കുലാർ ഡിസ്ക് ആണ് ഉണ്ടാവുക, വിത്ത് റെഡ് ബോർഡേഴ്സ് ആണ്, വിത്ത് റെഡ് ബോർഡേഴ്സ് ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അതായത് ഇതിൽ ലെറ്റർ കളർ എന്തായിരിക്കും? ലെറ്ററിന്റെ കളർ എന്തായിരിക്കും? അതായത് നമ്മുടെ സ്പീഡ് ലിമിറ്റ് അല്ലേ? 30 km/h ആണ് ഒരു റോഡിന്റെ മുകളിലെ സ്പീഡ് ലിമിറ്റ് എങ്കിൽ നിങ്ങൾ 30 km/h മൂവ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഇഫ് യു ആർ മൂവിംഗ് ബിയോണ്ട് 30 km/h ഇറ്റ് ഈസ് എ ലീഗൽ ഒഫൻസ്. പോലീസുകാർ വന്നു കഴിഞ്ഞാൽ അവർ ഫൈൻ അടയ്ക്കും. സോ ഷേപ്പ് എന്താണ്? റൗണ്ട് ഷേപ്പ് ആണ്, വിത്ത് റെഡ് ബോർഡർ ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ഇതിന്റെ 2 എക്സെപ്ഷണൽ കേസസ് ആണ്. ഏതൊക്കെ എക്സെപ്ഷണൽ കേസസ് ഏതൊക്കെയാണ് വരുന്നത്? എപ്പോഴും ഇങ്ങനെ ആവണം എന്നാണ്. പക്ഷേ നമ്മൾ സ്റ്റോപ്പ് സൈൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് എൻ ഒക്ടഗണൽ ഷേപ്പ് ആണ്. ഇത് എടുത്തെഴുതുക, മാർക്ക് തീർച്ചയായിട്ടും കിട്ടും. ഒക്ടഗണൽ ഷേപ്പ് നമ്മൾ ട്രാഫിക് സൈനിൽ നോക്കുമ്പോൾ നോക്കിയേ എന്താണ് ഒക്ടഗണൽ ഷേപ്പ്? ദിസ് ഈസ് ഒക്ടഗണൽ ഷേപ്പ് അല്ലേ? സ്റ്റോപ്പ് സൈനിൻ്റെ സൈൻ ഇങ്ങനെയാണ് ആസ് പെർ ദ IRC റെക്കമെൻഡേഷൻ. സ്റ്റോപ്പ് സൈനിൻ്റെ സൈൻ ഇങ്ങനെയാണ് ആസ് പെർ ദ IRC റെക്കമെൻഡേഷൻ. ആൻഡ് എന്താണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത്? സ്റ്റോപ്പ് സൈൻ. യെസ്, വാട്ട് ഈസ് എ കളർ കോമ്പിനേഷൻ? ഇറ്റ് ഈസ് ഹാവിങ് റെഡ് ബാക്ക്ഗ്രൗണ്ട് ആണ്.
ഓക്കെ, നേരത്തേക്കാട്ടും നേരെ ഓപ്പോസിറ്റ് ആണ്. ഇറ്റ് ഈസ് ഹാവിങ് റെഡ് ബാക്ക്ഗ്രൗണ്ട് ആണ്, പക്ഷേ വൈറ്റ് ബോർഡർ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് സ്റ്റോപ്പ് സൈൻ. ഇതെന്താണ്? സ്റ്റോപ്പ് സൈൻ, വിച്ച് ഈസ് ഓൾസോ എ പ്രോഹിബിറ്ററി സൈൻ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾക്ക് എന്ത് എഴുതിയിട്ടുണ്ടാവും? സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ക്ലിയർ? സ്റ്റോപ്പ് സൈൻ ശരിക്കും എങ്ങനെയായിരുന്നു വരുന്നത്? റൗണ്ടിലായിട്ട് വരുന്നത്, പക്ഷേ ഇങ്ങനെയാണ് വരുന്നത്. ക്ലിയർ അല്ലേ? ആൻഡ് ഇതാണ് ഒന്നാമത്തെ സൈൻ വിച്ച് ഈസ് ഹാവിങ് എക്സെപ്ഷണൽ. രണ്ടാമത്തെ സൈൻ ഏതാണ്? ഗിവ് വേ സൈൻ. സെക്കൻഡ് വൺ ഈസ് ഗിവ് വേ സൈൻ ആണ് അല്ലേ? ഗിവ് വേ സൈൻ എങ്ങനെയാണോ? യെസ്, ഇറ്റ് ഈസ് ഹാവിങ് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണ്. ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണ് ഗിവ് വേ സൈൻ്റെ. യെസ്, ഗിവ് വേ സൈൻ ബോർഡിൻ്റെ ഷേപ്പ് എന്താണ്? ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണ്. ആൻഡ് അതിൻ്റെ കളർ കോമ്പിനേഷൻ എന്താണ്? ഇറ്റ് ഈസ് ഹാവിങ് എ റെഡ് ബോർഡർ ആൻഡ് എ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ക്ലിയർ? യെസ്, വിത്ത് റൈറ്റിംഗ്സ് ഇൻ ബ്ലാക്ക് കളർ. ഇതാണ് ഗിവ് വേ. നോക്കിയേ, ഫസ്റ്റ് ടൈപ്പ് ട്രാഫിക് സൈൻസ് ആണ് റെഗുലേറ്ററി, മാൻഡറ്ററി ഓർ പ്രോഹിബിറ്ററി. ഒരിക്കലും നമ്മൾ ഇവരെ വയലേറ്റ് ചെയ്യാൻ പാടില്ല. സാധാരണ ഷേപ്പ് എന്താണ്? സർക്കുലർ ഷേപ്പാണ് വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് റെഡ് ബോർഡർ. അതിൽ നിന്നും മാറി നിൽക്കുന്ന രണ്ട് സൈനുകൾ ഇതൊക്കെയാണ്. ഒന്ന് സ്റ്റോപ്പ് സൈൻ വിച്ച് ഹാവിങ് ഒക്ടഗണൽ ഷേപ്പ്, ദെൻ ഗിവ് വേ സൈൻ വിച്ച് ഇസ് ഹാവിങ് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ഷേപ്പ്. അതിൻ്റെ കോമ്പിനേഷൻ സെയിം ആണ്. റെഡ് ബോർഡർ ആണ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. പക്ഷേ ഇവിടെ റെഡ് ബാക്ക്ഗ്രൗണ്ട് ആണ്, വൈറ്റ് ബോർഡർ ആണ്. ക്ലിയർ അല്ലേ? ഇതാണ് ഫസ്റ്റ് സൈൻ, ദാറ്റ് ഈസ് റെഗുലേറ്ററി സൈൻ. പിന്നെ രണ്ടാമത്തെ ഏതാണ്? വാർണിംഗ് സൈൻ ആണ്. വാർണിംഗ് സൈൻ ഓർ എന്താണ്? ദാറ്റ് ഈസ് സംഡ് ആസ് കോഷനറി സൈൻ ആണ്. എന്താണോ ഷേപ്പ്? സാധാരണ ഷേപ്പ് എന്താണ്? ഇറ്റ് ഈസ് ട്രയാങ്കുലർ ഷേപ്പാണ്. ട്രയാങ്കുലർ ഷേപ്പാണ്. എങ്ങനെയാണ് കളർ കോമ്പിനേഷൻ വരുന്നത്? വാട്ട് ഈസ് എ കളർ കോമ്പിനേഷൻ? പറയൂ, കളർ കോമ്പിനേഷൻ പറയൂ. യെസ്, റെഡ് ബോർഡർ ആണ്. റെഡ് ബോർഡർ ആണ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹംബ് എഹെഡ് അല്ലേ? ഇങ്ങനെ വരച്ചാൽ എത്തുന്നതോ, അല്ലെങ്കിൽ സ്കൂൾ എഹെഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഹംബാണ്. വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഹംബാണ്. ഹംബിൻ്റെ സിഗ്നൽ എന്താണോ? അല്ലെ, നിങ്ങളെ റോഡിന് മുന്നിൽ ഇനി ഹംബ് ഉണ്ട്, പതുക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർണിംഗ് ആണ് അല്ലേ? യെസ്, എന്താണ്? PWD വർക്ക് നടക്കുന്നുണ്ട്, ഗോ കോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാർണിംഗ് ആണ്. സോ ട്രയാങ്കുലർ ഷേപ്പാണ്. ഓക്കെ, വാർണിംഗ് സൈൻ. ഇത് വയലേറ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, ഫൈനൊന്നുമില്ല, പക്ഷെ നമുക്ക് അപകടം ഉണ്ടാവും. ഓക്കെ, സോ ശ്രദ്ധിച്ച് നോക്കിയും കണ്ടും പോവാം. ആൻഡ് തേർഡ് വൺ എന്താണ്? ഇൻഫോമേറ്ററി ഷേപ്പാണ്. ഇൻഫോമേറ്ററി സൈൻ ആണ്. ഇൻഫോമേറ്ററി സൈൻ ആണ്. അതിൻ്റെ ഷേപ്പ് എന്താ ഉണ്ടാവുക? ഇറ്റ് ഈസ് യൂഷ്വലി റെക്ടാങ്കുലർ ഇൻ ഷേപ്പാണ്. ഇറ്റ് ഈസ് യൂഷ്വലി റെക്ടാങ്കുലർ ഇൻ ഷേപ്പാണ്. ഓക്കെ, യൂഷ്വലി ഇങ്ങനെയാണ് അല്ലേ? പെട്രോൾ പമ്പ് ഹെഡ്, ഹോട്ടൽ എ ഹെഡ്, അല്ലെങ്കിൽ എന്താണ്? എറണാകുളത്തേക്ക് ഇത്ര ഡിസ്റ്റൻസ്, കോഴിക്കോടേക്ക് ഇത്ര ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന ആ ഒരു എന്താണ്? യെസ്, ആ ഒരു ട്രാഫിക് സിഗ്നൽ കാണാറില്ലേ? സോറി, ട്രാഫിക് ഇൻഫോമേറ്ററി ബോർഡ് കാണാറില്ലേ? യെസ്, കാണാറുണ്ടാവും. ക്ലിയർ? യെസ്, നമുക്കറിയാം. ഇങ്ങനെ എന്താണ്? ഇതൊക്കെ എന്താണ്? ഇൻഫോമേറ്ററി ബോർഡ്സ് ആണ് അല്ലേ? ഇൻഫോമേറ്ററി ബോർഡ്സ് ആണ്. വേർ യു ക്യാൻ സീ യെസ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ അല്ലെ? ഡയറക്ഷൻ കാണിക്കുന്നത്, റെസ്റ്റോറൻറ്റ് കാണിക്കുന്നത്, പെട്രോൾ പമ്പ് കാണിക്കുന്നത്. റെക്ടാങ്കുലർ ഷേപ്പാണ്, വൈറ്റ് ബോർഡർ ആണ്. എന്താണോ കളർ പറഞ്ഞേ? വൈറ്റ് ബോർഡർ ആണ്. ഇറ്റ് ക്യാൻ ബി ഓഫ് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആവാം, ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ആവാം. യെസ്, ഇറ്റ് ക്യാൻ ബി ഓഫ് യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ആവാം. ക്ലിയർ? യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ആവാം. ഓക്കെ, ഇതാണ് ബാക്ക്ഗ്രൗണ്ട് കളർ. ബോർഡർ എന്താണ്? ബോർഡർ വൈറ്റ് കളർ ആണ്. ഓക്കെ, ആൻഡ് നമുക്ക് അതിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല, കാരണം പല സൈസിലും ഉണ്ടാവാം. സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ട്രാഫിക് സൈൻസ്. ഓക്കെ, ഈ മൂന്നെണ്ണം ഇത്രയും കൂടി പോയിന്റ് എഴുതി വെക്കുക. വെരി ഗുഡ്. ദെൻ ദർ ഇസ് എ ട്രാഫിക് സിഗ്നൽസ്. ട്രാഫിക് സിഗ്നൽസ് നമുക്കറിയാം. They are control devices which could alternately direct the traffic to stop and proceed at intersection using red and green traffic lights automatically. ഇതൊക്കെ സ്ഥിരം കാണുന്നതാണ്, നമുക്ക് പറയേണ്ട ആവശ്യമില്ല. The main requirement of traffic signal are to draw attention, provide meaning and time to respond and to have a minimum waste of time. Underline ചെയ്യുക പോയിന്റുകൾ. എന്താണ് മെയിൻ റിക്വയർമെന്റ്? എന്തൊക്കെയാണ് മെയിൻ റിക്വയർമെന്റ്? എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് റിക്വയർമെന്റ് ട്രാഫിക് സിഗ്നൽ? ആർ ഡ്രോ അറ്റൻഷൻ, അണ്ടർലൈൻ ചെയ്യാം. പ്രൊവൈഡ് മീനിങ്, അണ്ടർലൈൻ ചെയ്യുക. ആൻഡ് ടൈം ടു റെസ്പോണ്ട് ആൻഡ് ടു ഹാവ് എ മിനിമം വേസ്റ്റ് ഓഫ് ടൈം. ക്ലിയർ അല്ലേ? വേസ്റ്റ് ഓഫ് ടൈം മീൻസ് റിലാക്സേഷൻ ടൈമാണ്. ടൈപ്സ് ഓഫ് ട്രാഫിക് സിഗ്നൽസ് ഏതൊക്കെയാണ്? യെസ്, ട്രാഫിക് കൺട്രോൾ സിഗ്നൽസ് ഉണ്ട്, പെഡസ്ട്രിയൻ സിഗ്നൽസ് ഉണ്ട്. അതായത് റോഡ് യൂസ് ചെയ്യുന്ന ആരൊക്കെയാണ്? ഒന്ന് വണ്ടികളാണ്, ഒന്ന് ആളുകളാണ്. വണ്ടികളിൽ ആളുകളാണ് സംഭവിച്ചു, പക്ഷേ വണ്ടി ഓടുന്നുണ്ട്, പിന്നെ ആൾക്കാർ നടക്കുന്നുണ്ട്. സോ ദർ ഈസ് എ ട്രാഫിക് കൺട്രോൾ സിഗ്നൽ, ദർ ഈസ് എ പെഡസ്ട്രിയൻ സിഗ്നൽ. ട്രാഫിക് കൺട്രോൾ സിഗ്നൽ എന്താണ്? ദേ ഹാവ് 3 colored light glows facing each direction of traffic flow. Red light means stop, green light means go, yellow or amber means clearance time ആണ്, അല്ലെങ്കിൽ move with caution ആണ്. Pedestrian signals എന്താണ്? They are meant to give a right way to pedestrians to cross a road during walk period. Underline ചെയ്യുക. ഡ്യൂറിങ് വാക്ക് പീരീഡ് മാത്രമേ ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ നാട്ടിൽ അന്നും അങ്ങനെ അല്ലെങ്കിലും അല്ലേ?
ഡ്യൂറിങ് വാക്ക് പീരീഡ് മാത്രമേ ഉള്ളൂ ആൾക്കാർ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. വെൻ ദ വെഹിക്കുലർ ട്രാഫിക് സിഗ്നൽ ഷാൽ ബി സ്റ്റോപ്ഡ് ബൈ റെഡ് ഓർ സ്റ്റോപ്പ് സിഗ്നൽ ഓൺ ദ ട്രാഫിക് സിഗ്നൽ ഓഫ് ദ റോഡ്. ക്ലിയർ അല്ലേ? യെസ്. സോ ഇതാണ് കാണിച്ചിരിക്കുന്നത് ട്രാഫിക് സിഗ്നൽ, ഇതാണ് നമ്മുടെ ഏത് പെഡസ്ട്രിയൻ സിഗ്നൽ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ദെൻ മൂന്നാമത്, സോ ട്രാഫിക് സയൻസ് പറഞ്ഞു, ട്രാഫിക് സിഗ്നൽ പറഞ്ഞു. നെക്സ്റ്റ് ഈസ് റോഡ് മാർക്കിങ്സ് ആണ്. ഓക്കെ, റോഡിൽ ഒരുപാട് മാർക്കിങ്സ് ഉണ്ട് ഫോർ റെഗുലേറ്റിംഗ് ദ റോഡ്സ്, സോറി ട്രാഫിക് ആണ്. റോഡ് മാർക്കിങ്സ് ആർ മെയ്ഡ് ഓഫ് ലൈൻസ്, പാറ്റേൺസ്, വേർഡ്സ്, symbols or reflection on the pavement, curb, sides of the islands or on the fixed object within or near the roadway. ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. The markings are made using paint in contrast with color, brightness of the pavement or other background. നല്ല കോൺട്രാസ്റ്റ് ഉള്ള കളർ ആയിരിക്കണം. നമുക്ക് ഏത് ഇരുട്ടത്ത് നോക്കിയാലും അല്ലെങ്കിൽ ഏത് നല്ലപോലെ എന്താണ് വെയിലടിക്കുന്ന സമയത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റണം. ടൈപ്സ് ഓഫ് റോഡ് മാർക്കിങ്സ് ആർ പേയ്മെന്റ് മാർക്കിംഗ് ഉണ്ട്, കർബ് മാർക്കിംഗ് ഉണ്ട്, ഒബ്ജക്റ്റ് മാർക്കിംഗ് ഉണ്ട്, റിഫ്ലക്ടർ യൂണിറ്റ് മാർക്കിംഗ് ഉണ്ട്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഓരോന്നിൻ്റെ ബ്രീഫ് പറയാം. എന്താണ് പേയ്മെന്റ് മാർക്കിംഗ് എന്ന് വെച്ചാൽ ദേ മേ ജനറലി ബി ഓഫ് വൈറ്റ് പെയിന്റ്. അണ്ടർലൈൻ ചെയ്യുക, പേയ്മെന്റ് മാർക്കിംഗ്സ് ആർ ജനറലി എന്താണ് വൈറ്റ് കളറിലാണ്. ചിലപ്പോൾ നമുക്ക് എന്ത് കാണാം, യെല്ലോ മാർക്കിംഗ് ആർ യൂസ് ടു ഇൻഡിക്കേറ്റ് പാർക്കിംഗ് റെസ്ട്രിക്ഷൻസ്. ക്ലിയർ അല്ലേ? യെല്ലോ മാർക്കിംഗ് കാണാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഫുൾ ഏതാണ് വൈറ്റ് മാർക്കിംഗ് ആണ്. ഏതൊക്കെയാണ് നമുക്ക് പറയാം അല്ലേ? റോഡിൻ്റെ മുകളിൽ അല്ലെ സെൻട്രൽ ലൈൻ കാണാറില്ലേ, അത് വൈറ്റ് കളർ അല്ലേ? റോഡിൻ്റെ മുകളിൽ ബൗണ്ടറി ലൈൻ കാണാറില്ലേ, ഷോൾഡേഴ്സ് മാർക്ക് ചെയ്യാറുണ്ട് അല്ലേ? സെൻട്രൽ ലൈൻ ചിലപ്പോൾ എന്താകാം സോളിഡ് ലൈൻ ആവാം, സെൻട്രൽ ലൈൻ ചിലപ്പോൾ എന്താവാം ഇടവിട്ട വരകളാവാം. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താ നോക്കാം, നമുക്കറിയാം. ദെൻ ദർ ഇസ് എ കർബ് മാർക്കിംഗ് അല്ലേ, വിച്ച് ഈസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവാം, യെല്ലോ ആൻഡ് വൈറ്റ് ആവാം അല്ലേ? These may indicate the certain regulations like parking regulations. Also, the marking on the curb and edge of island with alternate black and white lines increases visibility from the long distance. അതായത് റോഡിൻ്റെ എഡ്ജ് മനസ്സിലാക്കാം. റോഡ് കഴിഞ്ഞാൽ പിന്നെ പേയ്മെൻ്റ് ആണല്ലോ, റോഡിനെയും പേയ്മെൻറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന സ്ട്രക്ചറാണ് കർബ്. ഏതാണ് മേജർ കളർ, ഏതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ദെൻ ഒബ്ജക്ട് മാർക്കിംഗ്, ഫിസിക്കൽ ഒബ്ജക്ഷൻ ഓൺ ഓർ നിയർ ദ റോഡ് ആൻഡ് ഹെൻസ് ഷുഡ് ബി പ്രോപ്പർലി മാർക്ക്. എന്തെങ്കിലും ഹസാഡസ് ആയിട്ടുള്ള എന്തെങ്കിലും മാർക്കിങ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മാർക്ക് ചെയ്യാം. ദെൻ റിഫ്ലക്ടർ യൂണിറ്റ് മീൻസ് രാത്രി കാലങ്ങളിൽ നമുക്ക് റോഡിൽ അല്ലെ കാണുന്ന ആ റിഫ്ലക്റ്റിംഗ് യൂണിറ്റ്, സോ ദാറ്റ് നമുക്ക് രാത്രി കാലങ്ങളിൽ എന്താണ് ട്രാഫിക് പ്രോപ്പർലി ഗൈഡ് ചെയ്യാൻ പറ്റും. These are the reflector markers. Reflector markers are used as hazardous markers and guide markers for safe driving during night. Hazardous markers reflecting yellow light should be visible from a long distance, yes, of about 150 meter ആണ്. ഹസാഡസ് ആയിട്ടുള്ള യെല്ലോ ലൈറ്റ് ആണ് അല്ലേ ഏറ്റവും നമുക്ക് രാത്രി കാണാൻ പറ്റുക. യെല്ലോ ആൻഡ് റെഡ് ലൈറ്റ് ഉണ്ട്. റെഡിനെക്കാട്ടും നമുക്ക് കൂടുതലും യെല്ലോ ലൈറ്റ് ആണ് കൂടുതൽ വിസിബിൾ. അങ്ങനെയുള്ള ഹസാഡസ് ആയിട്ടുള്ള എത്ര ഡിസ്റ്റൻസ് കാണാൻ പറ്റുന്നതാണ് പറയുന്നത് 150 മീറ്റർ. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് നോക്കിയേ, ഇതാണ് കുറച്ച് മാർക്കിംഗ് നിങ്ങൾക്ക് കാണാം. സെൻട്രൽ ലൈൻ മാർക്കിംഗ് ആണ് അല്ലേ കർബിൻ്റെ. യെസ്, വൈറ്റ് ആൻഡ് നമ്മുടെ നാട്ടിൽ വൈറ്റ് ആൻഡ് യെല്ലോ കാണാറുണ്ട്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ്, ഇതും വൈറ്റ് കാണുന്നത്. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് കാണുന്നത്. യു ക്യാൻ സീ ഇൻ ദിസ് ബോട്ടം ഫിഗർ ദാറ്റ് ഈസ് എ നൈറ്റ് വ്യൂ. ക്ലിയർ? യെസ്. അതൊന്നും നമുക്ക് എക്സാമിന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൂടിയാണ് പറയുന്നത്. ക്ലിയർ? യെസ്. ആൻഡ് ഓർ ദ അതർ റോഡ് മാർക്കിങ്സ് നിങ്ങൾ നോക്കിയാൽ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. കണ്ടിന്യൂസ് ലൈൻ ആണെങ്കിലോ, സെൻട്രലിലൂടെ കണ്ടിന്യൂസ് ലൈൻ ആണെങ്കിൽ സിംഗിൾ ഓർ ഡബിൾ ലൈൻ വിത്ത് വൈറ്റ് ഓർ യെല്ലോ മീൻസ് നോട്ട് ക്രോസ് ദ ലൈൻ. നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഒരു ലൈനിൽ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ആ ഡയറക്ഷൻ തന്നെ മൂവ് ചെയ്യുക. അടുത്ത ലൈനിലേക്ക് നിങ്ങൾ പോകരുത്, കാരണം അടുത്ത ലൈൻ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വണ്ടികൾക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ സെൻട്രൽ ലൈൻ സോളിഡ് ആണെങ്കിൽ നമ്മൾ അത് ക്രോസ് ചെയ്യാൻ പാടില്ല എന്നാണ്. നമ്മൾ അങ്ങനെയാണോ? അല്ല, നമ്മൾ തോന്നിയ പോലെയാണ് വണ്ടി ഓടിക്കുക അല്ലേ? നോക്കിയേ. ദെൻ എന്താണ് വെഹിക്കിൾ ടു സ്റ്റോപ്പ് ബിഫോർ ദ സ്റ്റോപ്പ് ലൈൻ പെയിന്റഡ് ബിഫോർ ദ പെഡസ്ട്രിയൻ ക്രോസിംഗ്. സോ നമുക്കറിയാം സീബ്ര ലൈൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് സോളിഡ് വൈറ്റ് ലൈൻ ഉണ്ടാവും. അപ്പോൾ വെഹിക്കിൾസ് അതിൻ്റെ സീബ്ര ലൈനിൻ്റെ മുകളിലാണോ വണ്ടി നിർത്തുന്നത്? അല്ല, സീബ്ര ലൈൻ കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്ത് ഒരു വൈറ്റ് ലൈൻ ഉണ്ട്, അവിടെ നിർത്തുന്നുണ്ട്. ദെൻ ഡോട്ടഡ് ലൈൻ ആണെങ്കിലോ മീൻസ് യു ക്യാൻ ക്രോസ് ഇഫ് ഇറ്റ് ഈസ് സേഫ് ടു ഡു സോ. ഡോട്ടഡ് ലൈൻ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ ക്രോസ് ചെയ്യാം അല്ലെ, സേഫ് ആയിരിക്കണം. പക്ഷേ ദെൻ കോമ്പിനേഷൻ ഓഫ് സോളിഡ് ആൻഡ് ബ്രോക്കൺ ലൈൻസ് ആണെങ്കിൽ ട്രാഫിക് ഓൺ ദ സൈഡ് ഓഫ് ദ ഡോട്ടഡ് ലൈൻസ് ക്യാൻ ക്രോസ് ആൻഡ് വൺ ഫ്രം ദ കണ്ടിന്യൂസ് ലൈൻ കാൺ ക്രോസ്. സോ നിങ്ങൾക്കറിയാം ഡോട്ടഡ് ലൈൻ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത്, ദിസ് ഓൺ ദ റൈറ്റ് സൈഡ്. സോ ലെഫ്റ്റ് സൈഡിലെ വണ്ടിക്ക് വേണമെങ്കിൽ ക്രോസ് ചെയ്യാം, പക്ഷേ റൈറ്റ് സൈഡിലെ വണ്ടിക്ക് ക്രോസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഹൈവേ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ട്രാഫിക് ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. Then there is a give way to traffic approach from the right. This is a signal. Then double continuous line at curves. Neither stream of the traffic is allowed to cross the line. വളവുകളിൽ എന്തായാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ലൈനുകൾ നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല അല്ലേ, അത് ഡേഞ്ചർ ആണ്. ക്ലിയർ? സോ ദീസ് ആർ ദ റോഡ് മാർക്കിങ്സ്. വളരെ ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ് ആണിത്. പക്ഷേ എന്താണ്, നമ്മൾ സ്ഥിരം ജനറലി കാണുന്ന കാര്യങ്ങളാണ്. സോ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക,
അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായാൽ അതിനെ ഒന്ന് ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യുക. ക്ലിയർ? അത്രേ ഉള്ളൂ. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ട്രാഫിക് ഐലൻഡ്സ് ആണ്. വാട്ട് ഈസ് ട്രാഫിക് ഐലൻഡ്സ്? അല്ലേ, റോട്ടറി ഐലൻഡ് എല്ലാവർക്കും അറിയാം. പലതരത്തിലുള്ള ഐലൻഡ് ഉണ്ട്. ട്രാഫിക് ഐലൻഡ്സ് ആർ റേസ്ഡ് ഏരിയാസ് കൺസ്ട്രക്റ്റഡ് വിത്തിൻ ദ റോഡ് വേ ടു എസ്റ്റാബ്ലിഷ് ഫിസിക്കൽ ചാനൽസ് ത്രൂ വിച്ച് ദ വെഹിക്കുലർ ട്രാഫിക് മേ ബി ഗൈഡഡ്. There are four types of islands. Divisional island നമുക്കറിയാം അല്ലേ, അല്ല ഡിവൈഡർ എന്നാണ് നമ്മൾ പറയുക, ഡിവിഷണൽ ഐലൻഡ്. ദെൻ ചാനലൈസിങ് ഐലൻഡ്, അത് ഡയറക്ഷന് വേണ്ടിയാണ്. പെഡസ്ട്രിയൻ ലോഡിംഗ് ഐലൻഡ്സ്, ദെൻ റോട്ടറി ഐലൻഡ്സ്. ഓരോന്ന് ഫിഗർ കാണിക്കാം, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. യെസ്, അതിൻ്റെ ഓരോ പോയിന്റുകൾ വായിച്ചിരിക്കുക. നോക്കിയേ, സോ ഈ കാണിച്ചിരിക്കുന്നതാണ് ഡിവൈഡർ. ഫിഗർ 1 ആണ് ഡിവൈഡർ. ആൻഡ് ഇതാണ് നമുക്ക് കാണുന്നത് അല്ലേ. നോക്കിയേ, ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് വഴി ഇതാ ഇവിടേക്ക് വരുന്നുണ്ട്. ഓക്കെ, then there is a വഴി going in this direction also. സോ അതെല്ലാം കൂടി ഇൻ്റർസെക്ഷനിൽ നമ്മൾ എന്താണ് ആ ഒരു ഡയറക്ഷൻ ഓഫ് ദ ട്രാഫിക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വി ആർ പ്രൊവൈഡിങ് എ ചാനലൈസിങ് ഐലൻഡ്. ക്ലിയർ? സോ ഈ കാണിച്ചിരിക്കുന്നതാണെന്ത് ചാനലൈസിങ് ഐലൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ നമുക്ക് ട്രാഫിക്കിൻ്റെ ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ദെൻ ഈ ഫിഗറിൽ നോക്കിയേ, ദർ ഇസ് എ റോഡ് ക്രോസിംഗ് ഒക്കറിങ് ഹിയർ ആൻഡ് ദെൻ ദർ ഇസ് എ ഇങ്ങോട്ടൊരു ട്രാഫിക് ഉണ്ട്, ഈ ഒരു ട്രാഫിക് ഉണ്ട്. സോ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വ്യക്തിക്ക് അല്ലെങ്കിൽ പെഡസ്ട്രിയന് ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ റെഫ്യൂജി ഐലൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പെഡസ്ട്രിയൻ ലോഡിംഗ് ഐലൻഡ് ദേ ആർ പ്രൊവൈഡഡ് അറ്റ് റെഗുലർ ബസ് സ്റ്റോപ്സ് ആൻഡ് സിമിലർ പ്ലേസസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ പാസഞ്ചർ. അതിന് നമ്മൾ റെഫ്യൂജി ഐലൻഡ് എന്നും പറയാറുണ്ട്. ക്യാൻ യു സീ ദാറ്റ്? സോ ഇതാണ് ആൾക്കാർക്ക് വന്ന് എന്ത് ചെയ്യാൻ പറ്റും, സേഫ് ആയിട്ട് നിൽക്കാൻ പറ്റും. ഒന്ന് ആൾക്കാർക്ക് ഇതാ ഇവിടെ സേഫ് ആയിട്ട് നിൽക്കാം, ദെൻ ഈ റോഡിൻ്റെ ഇങ്ങനെ സേഫ് ആയിട്ട് നിൽക്കാം. ആൻഡ് റോഡിൻ്റെ നടുക്ക് ഓൺ ദ ഡിവൈഡർ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലമാണിത് റെഫ്യൂജി ഐലൻഡ് ഓർ പെഡസ്ട്രിയൻ ലോഡിംഗ് ഐലൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നിങ്ങൾ ആ പോയിന്റുകൾ വായിക്കണം. ഓക്കെ, ഗോ ത്രൂ ദീസ് പോയിന്റ് വിച്ച് ഈസ് ഗുഡ്. ക്ലിയർ ആണോ? ഈ പോയിന്റുകൾ ഏതാണ്? ഡിവിഷണൽ ഐലൻഡ്, ചാനലൈസിംഗ് ഐലൻഡ് ഡയറക്ഷൻ ആണ്, പെഡസ്ട്രിയൻ ഐലൻഡ് നമ്മളിപ്പോൾ പറഞ്ഞു. റോട്ടറി ഐലൻഡ് നമുക്കറിയാം, റോട്ടറിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. യെസ്, ദ സെൻട്രൽ ഐലൻഡ് യു ക്യാൻ സീ ആർ റോട്ടറി ഐലൻഡ് അല്ലേ. ഇതെന്താണിത്? റോട്ടറി ഐലൻഡ് ആണ് അല്ലേ. യെസ്, മെയിൻ റോഡുകൾ ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ സാധാരണ ട്രാഫിക് സിഗ്നൽ കൊടുക്കാം, പക്ഷേ അതെന്താണ്, അത് കൂടുതൽ കൺജഷൻ ഉണ്ടാക്കും. റോട്ടറി കൊടുത്തു കഴിഞ്ഞാലോ വണ്ടികളൊന്നും ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ വളരെ സ്ലോ ആയിട്ട് എന്ത് ചെയ്തോളും, ഈ റൗണ്ട് അബൌട്ട് അവർ നെഗോഷിയേറ്റ് ചെയ്തോളും. ക്ലിയർ അല്ലേ? യെസ്, സോ ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 3യുടെ അവസാനം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, എന്തായിരുന്നു 15 and 16 ആണ് 2 ചോയ്സസ് ഉണ്ടായിരുന്നത്. സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ മൊഡ്യൂൾ 3. മൊഡ്യൂൾ 4 നമ്മൾ അടുത്ത സെഷനിൽ കാണുന്നവരെ താങ്ക് യു.